Hi dear my children. നമ്മൾ റിഡോക്സ് റിയാക്ഷൻസിൻ്റെ ഡിസ്കഷനിലാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേഷനാണ്. നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, നന്നായി പഠിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർമ്മയിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ കോമ്പൗണ്ട്സ് ഡിസ്കസ് ചെയ്യുമ്പം അത് ഫെമിലറായിട്ട് വന്നോളും. ഓക്കെ, ദെൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, ശരി. നമ്മൾ അടുത്ത കോമ്പൗണ്ടിലേക്ക് വരുന്നു. അടുത്ത കോമ്പൗണ്ട് നമ്മൾ എടുക്കുന്നത് സേ Na2SO4 ആണ്. കോമ്പൗണ്ട് സോഡിയം സൾഫേറ്റ്. ഇത് നമ്മൾ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സൾഫേറ്റ് ആണ്. സൾഫേറ്റ്, നൈട്രേറ്റ്, ആ ടൈപ്പ് കോമ്പൗണ്ട്സ് ഒക്കെ എടുക്കുമ്പോൾ ഓക്സിജൻ അതിൻ്റെ നോർമൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 വരിക. ഓക്സിജൻ എപ്പോഴാണ് -1 വന്നത്? പെറോക്സൈഡ് വന്നപ്പോൾ. ഓക്സിജൻ സൂപ്പർ ഓക്സൈഡ് ഓർമ്മയുണ്ടല്ലോ, -1/2 ഇവിടെ ഓക്സിജൻ സൾഫേറ്റ്, ഈവൺ സൾഫൈറ്റ് ആണെങ്കിലും ഓക്സിജൻ വരുന്നത് -2. എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ. ഒരു ഓക്സിജനാണ് -2. 4 ഓക്സിജന് 4 × -2, അപ്പോൾ ടോട്ടൽ എത്രയായി? -8 ആയി. പിന്നെ വരുന്നത് സോഡിയം. സോഡിയം നമുക്കറിയാമല്ലോ, ഗ്രൂപ്പ് 1 എലമെൻറ്റാണ്. ആൽക്കലി മെറ്റൽസ്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അങ്ങനെ പോകുന്ന മെറ്റൽസ് ആണ്. മെറ്റൽസ് യൂഷ്വലി കാണിക്കുക പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. മെറ്റൽ ഇലക്ട്രോ പോസിറ്റീവ് അല്ലേ? അതെ. അപ്പോൾ ഇലക്ട്രോൺസിന് എന്താ ചെയ്യുക? കൊടുക്കുക ചെയ്യുക. ഇലക്ട്രോൺസ് പോയാൽ എന്ത് വരും? പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ സോഡിയത്തിന് എന്താ വരിക? യൂണിറ്റ് പോസിറ്റീവ്. ആർക്ക്? സിംഗിൾ സോഡിയത്തിന്. എത്ര സോഡിയം ഉണ്ട്? ദർ ആർ 2 സോഡിയം ആറ്റംസ്. അപ്പോൾ ടോട്ടൽ എത്ര വരും? +2 വരും. സോഡിയത്തിന് +1, 2 സോഡിയത്തിന് +2, അപ്പോൾ അത് +2. കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആൾജിബ്രിക് സം ഓഫ് ആൾ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര വരണം? 0 വരണം. എന്താ കാരണം? ചാർജ് വൈസ് കോമ്പൗണ്ട് ന്യൂട്രലാണ്. അപ്പോൾ ഇത് ന്യൂട്രൽ ആക്കണമെങ്കിൽ, 0 ആക്കണമെങ്കിൽ നമ്മൾ സൾഫറിന് എത്ര അസൈൻ ചെയ്യണം? +6 അസൈൻ ചെയ്യണം. അപ്പോൾ സൾഫർ +6 വരും. +6 സൾഫറിന് പോസിബിൾ അല്ലേ? പോസിബിൾ ആണ്. എന്താ കാരണം? സൾഫർ ഏത് ഫാമിലി? ഓക്സിജൻ ഫാമിലി. ഓക്സിജൻ സൾഫർ എന്ന് പറഞ്ഞിട്ടാണ് ആ കോമ്പൗണ്ട്സ് മീൻസ് എലമെൻറ്റ്സ് വരുന്നത്. ഓക്സിജൻ സൾഫർ സെലീനിയം എന്ന് പറഞ്ഞിട്ടാണ് അവർ വരുന്നത്. അവരുടെ കോമ്പൗണ്ട്സ് ഇങ്ങനെ വന്നു. അപ്പോൾ ഗ്രൂപ്പ് 16 എത്ര വാലൻസി ഇലക്ട്രോൺസ്? 16 - 10 എത്ര? 6 വാലൻസി ഇലക്ട്രോൺസ്. അപ്പോൾ ദേ ക്യാൻ give maximum of 6 valency electrons for sharing. അപ്പോൾ 6 ഇലക്ട്രോൺസ് ഷെയറിങ്ങിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരണം? 6 ഇലക്ട്രോൺസിനെ ഷെയറിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ +6 വരും. അപ്പോൾ +6 പോസിബിൾ അല്ലേ? അതെ. ക്ലിയർ ആണോ? അത് ഇനിയിപ്പോൾ ഇത് ബോഡി എക്സാമിനേഷൻസിനാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ കാൽക്കുലേറ്റ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സൾഫർ ഇൻ ദി ഗിവൺ കോമ്പൗണ്ട് Na2SO4 എന്നാണ് ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് എഴുതി കൊടുക്കണം. എങ്ങനെ എഴുതണം? Here the oxidation state of oxygen is -2, that of sodium is +1. Let the oxidation state of sulfur be X. അങ്ങനെയാണ് സ്റ്റെപ്പ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് പ്രിൻസിപ്പിൾസ് അറിയാം, കോൺസെപ്റ്റ്സ് അറിയാമെങ്കിൽ മക്കളെ നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ തന്നെ ബിൽഡ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ അല്ലേ? ഐഡിയാസ് കയ്യിലുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ് വൺ. പിന്നെ കുറച്ച് ഈസും വാസും അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഫിനിഷ്ഡ്. മനസ്സിലായോ പറഞ്ഞത്? പക്ഷേ അത് സ്റ്റെപ്പായിട്ട് ബോഡി എക്സാമിനേഷൻ അത് പ്രസൻറ്റ് ചെയ്യുന്നൊരു സ്ട്രക്ചറുണ്ട്. ആ രീതിയിൽ തന്നെ അത് പ്രസൻറ്റ് ചെയ്യണം. കൃത്യമായിട്ട് നന്നായിട്ട് സ്റ്റെപ്പുകളൊക്കെ എഴുതി. അപ്പം നമ്മൾ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ലെറ്റ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സൾഫർ ബി X. പിന്നെ പറയേണ്ടത് Na2SO4 ഈസ് ചാർജ് വൈസ് ന്യൂട്രൽ. ഹെൻസ് ആൾജിബ്രിക് സം ഓഫ് ഓൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു 0. അത് റെപ്രസെൻറ്റ് ചെയ്യണം, അത് എഴുതണം. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി എഴുതേണ്ടത് 4 × -2 ഇവിടുന്ന ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് സൾഫറിൻ്റെ എന്താ വെച്ചത്? എഗ്സ് +2 × നമ്മളുടെ സോഡിയത്തിൻ്റെ എത്ര വന്നു? +1. ആൾജിബ്രിക് സം ഈസ് ഈക്വൽ ടു 0. സോൾവ് ഫോർ X യു വിൽ ഗെറ്റ് +6. ബോർഡിന് എഴുതി കൊടുക്കുമ്പോൾ അങ്ങനെയാണ് നിങ്ങളത് സ്ട്രക്ചർ ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, ശരി. നമുക്ക് നെക്സ്റ്റ് കോമ്പൗണ്ടിലേക്ക് വരാം. നെക്സ്റ്റ് വി ഗോ ഫോർ നെക്സ്റ്റ് കോമ്പൗണ്ട്. നമ്മൾ FeO എടുത്തു.
FeO അറിയാമല്ലോ, ഏതായിരുന്നു? അയൺ ഓക്സൈഡാണ്. ഓക്സിജൻ ഓക്സൈഡാണ്. ഓക്സൈഡ്സിലൊക്കെ ഓക്സിജൻ എത്ര വരും? -2 വരും. സം ഈക്വൽ ടു 0. സം ഓഫ് all oxidation state equal to 0. Algebraic sum of all oxidation state equal to 0. അപ്പോൾ അയൺ എന്തിൽ വരണം? +2 വരണം. അയൺ +2 വന്നാൽ നമ്മളതിനെ എന്താ വിളിച്ചിരുന്നത്? ഫെറസ് ആണ്. അയൺ +3 വന്നിരുന്നെങ്കിൽ ഫെറിക് ആണ്. ഫെറിക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും നമ്മൾ? Fe2O3. ഇതാണ് നമ്മുടെ ഫെറിക്. ഫെറിക് ഓക്സൈഡ് ആണ്. റസ്റ്റ് എന്നൊക്കെ കേട്ടില്ലേ? റസ്റ്റ് യെസ്, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആയിരുന്നു. അപ്പോൾ ഫെറിക് ഓക്സൈഡാണ്. ഓക്സിജൻ എത്രയിൽ വന്നു? ഓക്സിജൻ -2. എത്ര ഓക്സിജൻ ഉണ്ട്? 3 എണ്ണം. അപ്പോൾ 3 × -2, അപ്പോൾ -6 ആയി. കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾജിബ്രിക് സം ഈക്വൽ ടു 0 വരണം. അപ്പം +6 വരണം. അത് എത്ര അയണ്ണ? 2 അയണ്ണാണ് +6. അപ്പോൾ ഒരു അയണ്ണ് എത്ര വരും? ഒരു അയണ്ണ് +3 വരും. +3 വരുന്ന അയണ്ണ് നമ്മൾ എന്താ വിളിച്ചിരുന്നത്? അതെ, ഫെറിക്. ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. ഇനി ഇത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേറൊരു മെത്തേഡ് ഉണ്ട്. അതാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. മെറ്റൽസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ റോമൻ ന്യൂമറൽസ് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യും. മെറ്റൽസിൻ്റെ ഒന്നുമില്ല, സിമ്പിളാണ്. ഇപ്പം നമ്മൾ മെറ്റൽ അയൺ ആണ്, അപ്പോൾ Fe എന്ന് എഴുതി. ഇനി അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയോ? +2. റോമൻ ന്യൂമറൽസ് വെച്ച് പാരന്തസിസിൽ അത് റെപ്രസെൻ്റ് ചെയ്തു. അയൺ 2, Fe2. ക്ലിയർ ആണോ? ദെൻ ഓക്സിജൻ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ഫോർമുല റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ വരുമ്പോഴോ, ഇവിടെ വരുമ്പോൾ എത്ര അയൺ ഉണ്ട്? 2 അയൺ ഉണ്ട്. ഫെറിക് അല്ലേ? അപ്പോൾ ദർ ആർ 2 അയൺസ്. എന്താ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? +3. അപ്പോൾ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണം? അത് റോമൻ ന്യൂമറൽ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ക്ലിയർ ആണോ? ഓക്സിജൻ എത്ര വന്നു? O3. ക്ലിയർ ആണോ? ഇനി ഇത് നമ്മൾ വേർഡിങ്സിൽ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അയൺ എത്രയിലാണ് വന്നത്? 2. അയൺ 2 ആരാ സംഭവം? ഓക്സൈഡാണ്. അപ്പോൾ അയൺ 2 ഓക്സൈഡ്. ക്ലിയർ ആണോ? അയൺ 2 ഓക്സൈഡ്. അയൺ 2 ഓക്സൈഡിനെ നമ്മൾ വിളിക്കുന്ന വേറെ പേരെന്താ? ഫെറസ് ഓക്സൈഡ്. ഇനി ഇവിടെ വാ, ഇതാരാ? അയൺ തന്നെ. അയൺ എന്നാണ് നമ്മളിത് പ്രസൻറ്റ് ചെയ്യുക. അയൺ എത്രയിലാണ് വന്നത്? ഒരു അയൺ വന്നിരിക്കുന്നത് +3 അപ്പോൾ അയൺ 3. പിന്നെ എന്താ വരുന്നത്? ഓക്സൈഡ്. ക്ലിയർ ആണോ? അയൺ 3 ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർമുല എഴുതാൻ പറ്റില്ലേ? വല്ലോ. അയൺ എത്രയില്ല? അയൺ അവിടെ എഴുതി. ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഉണ്ട്. ക്ലിയർ ആണോ? ഇനി ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഒരു ഓക്സിജൻ എത്രയിലാണ് വരിക? ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഒരു ഓക്സിജൻ -2 വരും. ഓക്സിജൻ -2. അപ്പോൾ ഓക്സിജൻ്റെ ചാർജ് എടുത്തിട്ട് അയണിൻ്റെ കൊടുക്കുക. എന്തായിട്ട്? അയണിൻ്റെ എണ്ണമായിട്ട്. അയൺ എന്തിലാണ് വന്നത്? അയൺ 3 വന്നത്. അയൺ 3 അയണിൻ്റെ ചാർജ് അപ്പം +3 ആണ്. അയണിൻ്റെ ചാർജ് എടുത്ത് ഓക്സിജൻ്റെ എണ്ണായിട്ട് കൊടുക്കുക. ഫോർമുലി മക്കളെ, ഇത് ഓക്സൈഡ് അല്ലേ? ഓക്സൈഡിൽ ഒരു ഓക്സിജൻ എത്രയിലാണ് വരിക? -2. ഓക്സൈഡിൽ ഒരു ഓക്സിജൻ -2. അപ്പോൾ ഓക്സിജൻ്റെ ചാർജ് എത്രയാണ്? -2. ആ ചാർജ് എടുത്ത് ആർക്ക് കൊടുക്കുക? അയണിന് കൊടുക്കുക. അപ്പോൾ എത്ര അയൺ? 2 അയൺ. ഇനി അയൺ എന്തിലാണ് വന്നത്? അയൺ +3 അപ്പോൾ അയണിൻ്റെ ചാർജ് എടുത്തിട്ട് ആർക്ക് കൊടുക്കണം? ഓക്സിജന് കൊടുക്കണം. ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ മാത്രമേ ചാർജ് വൈസ് ബാലൻസ്ഡ് ആവുള്ളൂ. അയൺ എത്രയിലാണ്? +3. 2 അയൺ +6. ഓക്സിജൻ എത്രയിലാണ്? -2. ഒരു ഓക്സിജന് -2. 3 ഓക്സിജന് -6. കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0. ചാർജ് വൈസ് ബാലൻസ്ഡ് ആണ്, ന്യൂട്രലാണ്. ഓക്കെ, ഇങ്ങനെയും നമുക്കത് റെപ്രസെൻ്റ് ചെയ്യാം. ഇത് ഏത് നൊട്ടേഷൻ എന്നാണ് പറഞ്ഞത്? സ്റ്റോക്ക് നൊട്ടേഷൻ. ക്ലിയർ ആണോ? ആൽഫ്രഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന സയൻറ്റിസ്റ്റാണ് അത് കൃത്യമായിട്ട് അത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് അനദർ മെത്തേഡ് ടു റെപ്രസെൻറ്റ് ദാറ്റ് പർട്ടിക്കുലർ കോമ്പൗണ്ട് ത്രൂ ഇറ്റ്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ അടുത്തിലേക്ക് വരുന്നു. നമ്മൾ അടുത്ത കോമ്പൗണ്ടാണ് എടുക്കണേ. Fe3O4. അയൺ ഓക്സൈഡ് തന്നെയാണ്. Fe3O4 ആണ്. Fe3O4 എന്ന് പറയുമ്പോൾ നമ്മളിതിനെ മാഗ്നറ്റിക് ഓക്സൈഡ് ഓഫ് അയൺ എന്ന് പറയും. കോമ്പൗണ്ട് ഫെമിലിയർ ആണ് നിങ്ങൾക്ക്. വൺ ഓഫ് ദി മാഗ്നറ്റിക് ഓക്സൈഡ് ഓഫ് അയൺ Fe3O4. Fe3O4 വരുമ്പോൾ ഇത് ഓക്സൈഡ് തന്നെയാണ്. സിൻസ് ഇറ്റ് ഈസ് എൻ ഓക്സൈഡ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ഈസ് ഇൻ -2. സിംഗിൾ ഓക്സിജൻ ഇൻ -2.
4 such oxygen means 4 into minus 2. So it is minus 8. Clear alle? 4 into minus 2 minus 8. What's sum equal to? Algebraic sum equal to 0. Clear alle? Sum 0 ആവണമെങ്കിൽ 3 iron together in plus 8 വരണം. 3 അയനോടെ പ്ലസ് 8 വരണം, എന്നാലല്ലേ 0 ആവുള്ളൂ. അതെ, അപ്പം 3 അയനാണ് പ്ലസ് 8. അപ്പോൾ ഓൺ ആൻ ആവറേജ് സിംഗിൾ അയണിന് എത്ര വരും? 3 ആൾക്കാണ് പ്ലസ് 8, അപ്പോൾ ഒരാൾക്ക് എത്ര വരും? ഒരു അയണ് പ്ലസ് 8/3. ശ്രദ്ധിച്ചോ, അത് പ്ലസ് 8/3. അപ്പോൾ അതെന്താ? ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ ആവാൻ കാരണം എന്താ? നമ്മൾ ആവറേജ് ആണ് എടുത്തത്. ഇനി ശ്രദ്ധിക്കണേ, ഒരു ഓക്സിജന് -2, 4 oxygen -8. Sum equal to 0 means 3 iron together in plus 8. So single iron in 8/3. അത് സിംഗിൾ അയൺ ആണ്. അത് എന്താ? 8/3 ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇനി ഇത് Fe3O4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നറിയോ? ശരിക്കും FeO then Fe2O3 ഈ രണ്ട് ഓക്സൈഡ്സിൻ്റെ മിക്സ്ചറാണത്. Fe3iലെ 2 iron plus 1 more iron, total iron 3. So Fe3, 3 oxygen here, 1 oxygen here, O4, Fe3O4, Fe3O4. അപ്പോൾ there are 2 oxides. അപ്പോൾ ഇത് നമ്മൾ മിക്സ്ഡ് ഓക്സൈഡാണ്, അല്ലെങ്കിൽ കോമ്പൗണ്ട് ഓക്സൈഡ് എന്ന് പറയും. നോർമൽ ഓക്സൈഡ് അല്ല, രണ്ട് ഓക്സൈഡ്സിൻ്റെ മിക്സ്ചറാണത്. അപ്പോൾ ഇതിൽ ആരൊക്കെയുണ്ട്? ഫെറസ് ഓക്സൈഡും ഉണ്ട്, ഫെറിക് ഓക്സൈഡും ഉണ്ട്. There is ferrous oxide, iron is in +2. There is ferric oxide, iron is +3. അപ്പോൾ ഇവിടെ അയൺ, സിംഗിൾ അയൺ ഇവിടെ +2ലുണ്ട്. ഇവിടെ സിംഗിൾ അയണോ +3ലുണ്ട്. അപ്പോൾ അയണിൻ്റെ ട്രൂ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +2 +3 ആണ്. അപ്പോൾ 8/3 വന്നതോ? 8/3 വന്നത് ആവറേജ് എടുക്കുമ്പോഴാണ്. എങ്ങനെ? ഈ അയണ് +2, ഇവിടെ സിംഗിൾ അയൺ +2, 2 അയൺ ടുഗദർ ഇൻ +6. ഒരു അയണിനാണ് +3, ഇവിടെ +2. ഓക്കെ, ഫെറസ്. ഇത് +3 ഫെറിക്. കിട്ടുന്നില്ലേ? +3 അതാർക്ക്? ഒരു അയൺ. എത്ര അയൺ? 2 അയൺ. അപ്പോൾ എത്ര വരും? +6 വരും. അപ്പോൾ മൊത്തം അയൺ എത്രയായി? ഇവിടെ അയണോ അവിടെ അയണോട് ചേർന്നിട്ടുണ്ടെങ്കിൽ +8 ആയി. അത് എത്ര അയണ്ണ? 3 അയണ്ണ. 3 അയണ്ണ +8. അപ്പോൾ സിംഗിൾ അയണ്ണ 8/3. 8/3 എന്താ? ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ശരിക്കും ഒരു അയൺ 8/3 ആണോ? അല്ല. അയൺ രണ്ട് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റില്ല, ഫെറസും ഫെറിക്കും. ആവറേജ് എടുക്കുമ്പോൾ 8/3 വരും. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്യാൻ ബി ഫ്രാക്ഷണൽ. ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്യാൻ ബി ഫ്രാക്ഷണൽ. അതിങ്ങനെ വന്നു. ക്ലിയർ? ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ Pb3O4 എടുത്തു. Pb3O4 ലെഡ് ഓക്സൈഡ് എന്ന് പറയും. ലെഡിന് നമുക്കൊരു ഓക്സൈഡ് ഉണ്ട് PbO, നമ്മളതിനെ ലെഡ് മോണോക്സൈഡ് എന്നാണ് പറയുക. ഇതേപോലെ തന്നെ ലെഡിന് നമുക്ക് വേറൊരു ഓക്സൈഡ് ഉണ്ട്, നമ്മളതിനെ ലെഡ് ഡൈ ഓക്സൈഡ് എന്ന് പറയും. കാർബൺ മോണോക്സൈഡ് CO2 കാർബൺ ഡൈ ഓക്സൈഡാ. സിമിലർ കേസ് ലെഡ് മോണോക്സൈഡ്, ലെഡ് ഡൈ ഓക്സൈഡ്. ഓക്കെ, ഓക്സൈഡ് അല്ലേ? അതെ. ഓക്സിജൻ എത്രയിൽ വരും? -2. എത്ര ഓക്സിജൻ ഉണ്ട്? സിംഗിൾ ഓക്സിജൻ. അപ്പോൾ അയാൾ എത്രയിൽ വന്നു? -2ൽ. ആൾജിബ്രിക് സം ഈക്വൽ ടു 0. അപ്പോൾ ലെഡ് എത്രയിൽ വരണം? ലെഡ് +2ൽ വരണം. അപ്പോൾ അവിടെ ലെഡ് 2 ഓക്സൈഡ് ആണത്. Pb2 ഓക്സൈഡ് ആണെന്ന് അർത്ഥം. ഇനി ഇവിടെ വന്നു PbO2 ഓക്സൈഡ് അല്ലേ? അതെ. ഏത് ഓക്സൈഡാ? ഡൈ ഓക്സൈഡ്. ഒരു ഓക്സിജൻ എത്രയിൽ വരും? -2. സിംഗിൾ ഓക്സിജൻ -2. 2 ഓക്സിജൻ ടുഗദർ ഇൻ -4. Algebraic sum equal to 0. So iron together in, not iron, lead, that is in +4. Clear ആണോ? കുഴപ്പമില്ലല്ലോ. യെസ്. ഇനി ഈ കോമ്പൗണ്ടിലേക്ക് വരികയാണേ. PbO2.2PbO. നോക്കി, ഈ കോമ്പൗണ്ട് ആയില്ലേ? അതെ. ലെഡ് എത്ര എണ്ണം? ലെഡ് 2 ലെഡ് ഇവിടെയും സിംഗിൾ ലെഡ് അവിടെയും. അപ്പോൾ ലെഡ് എത്ര എണ്ണം? ലെഡ് 3 എണ്ണം. അപ്പോൾ Pb3. ഓക്സിജൻ എത്ര എണ്ണം? 2 ഓക്സിജൻ ഇവിടെയും 2 ഓക്സിജൻ ഇവിടെയും. O4, Pb3O4. അപ്പോൾ മിക്സ്ഡ് ഓക്സൈഡ് അല്ലേ? അതെ. അനദർ നെയിം കോമ്പൗണ്ട് ഓക്സൈഡ്. മിക്സ്ചർ ഓഫ് 2 ഓക്സൈഡ്സ് ആണ്. അതിലാരുണ്ട്? മോണോക്സൈഡും ഡൈ ഓക്സൈഡും. ലെഡ് ശരിക്കും എത്രയാണ് വരുന്നത്? +2ലും
+4 ലെഡ് കിടക്കുന്നത്. ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുക്കുമ്പോഴോ ഓക്സൈഡ് അല്ലേ? അതെ. സിംഗിൾ ഓക്സിജൻ -2, 4 സച്ച് ഓക്സിജൻ -8. Algebraic summable oxidation state equal to 0 since it is a neutral compound charge wise. അപ്പോൾ ടോട്ടൽ എത്ര വരണം? +8 വരണം. എന്നാലും ഇത് ആഡ് ചെയ്ത് 0 ആവുള്ളൂ. എത്ര ലെഡിനാണ് +8? 3 ലെഡിനാണ് +8. അപ്പോൾ സിംഗിൾ ലെഡിനോ 8/3. ഇതെന്താ സാധനം? ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ക്ലിയർ ആണോ മക്കൾക്ക്? ഇവിടെ പറയണം. ഐഡിയ വന്നില്ലേ? യെസ്. 2 ടൈപ്പ് ഓക്സൈഡ് അതിനകത്തുണ്ട്. ഒന്ന് മോണോക്സൈഡും മറ്റേത് ഡയോക്സൈഡും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വല്ലതും? ക്ലിയർ ആണോ? ജസ്റ്റ് ക്ലാസ് ലിസൺ ചെയ്യുക, മനസ്സിലേക്ക് കൊണ്ടുവരിക, ഫിനിഷ്ഡ്. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങളിത് കാണുമ്പോൾ തന്നെ ഐഡിയാസ് ഗ്രാസ്പ് ചെയ്തിടണം. സിംപ്ലി കേട്ട് വിടുകയല്ല വേണ്ടത്. യു ഗ്രാസ്പ് ദി ഐഡിയാസ്. ഒരു തവണ കേട്ടാൽ മതിയിടാ, ഒറ്റ തവണ കേട്ടാൽ മതി. യു ക്യാൻ ഫോളോ ഓൾ ദീസ്. പിന്നെ നിങ്ങളതായിട്ടുള്ള കൺക്ലൂഷനിൽ അത് വരുത്തുക. പിന്നെ കുറച്ച് ഈസും പാസും വെച്ചിട്ട് അതങ്ങോട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, ഫിനിഷ്ഡ്. അരമണിക്കൂർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് കാണാൻ അരമണിക്കൂർ വേണം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ശരിക്കും അബ്സോർവ് ചെയ്തിടാം. ദെൻ യു നീഡ് ഓൺലി 10 to 15 minutes ടു ഫോർമുലേറ്റ് ഓൾ ദീസ് തിങ്സ്, ഫിനിഷ്ഡ്. ക്ലിയർ ആണോ? ഓക്കെ, ശരി. നമ്മൾ നെക്സ്റ്റ് വരുന്നു. അപ്പോൾ കോമ്പൗണ്ട് ഓക്സൈഡാണ് പറഞ്ഞത് കേട്ടോ. Al2O3 കേട്ടിട്ടില്ലേ? Al2O3 ഏതാ? അലൂമിന. Al2O3 അലൂമിനിയം ഓക്സൈഡ് എന്ന് പറയും. അപ്പോൾ നേരത്തെ എഴുതിയ മാതിരി തന്നെ ഇത് കോമ്പൗണ്ട് ഓക്സൈഡ് ആണോ മിക്സ്ഡ് ഓക്സൈഡ് ആണോ എന്താണെന്നുള്ളൊരു സംശയം വരും. നമുക്ക് നോക്കാം. ഓക്സൈഡ് അല്ലേ? അതെ. ഒരു ഓക്സിജൻ എത്രയിൽ വരും? -2. 3 ഓക്സിജൻ ടുഗദർ ഇൻ -6. ആൾജിബ്രിക് സം ഈക്വൽ ടു 0. അപ്പോൾ എത്ര വരണം? +6 വരണം. അതാർക്ക്? 2 അലൂമിനിയം ടുഗദർ ഇൻ +6. രണ്ടാക്കാണ് +6. ഷോ, ഒരു ഓക്സിജൻ എത്ര? -2. 3 ഓക്സിജന് 3 × -2 -6. മൊത്തം ആഡ് ചെയ്ത് എത്ര വരണം? 0 വരണം. അപ്പം അലൂമിനിയത്തിന് എത്ര വരണം? +6 വരണം. അത് എത്ര അലൂമിനിയത്തിനാണ്? 2 അലൂമിനിയത്തിനാണ്. 2 അലൂമിനിയത്തിന് +6 ആണെങ്കിൽ ഒരു അലൂമിനിയം എത്ര വരും? +3 വരും. അലൂമിനിയം +3 പോസിബിൾ അല്ലേ? അതെ. അലൂമിനിയം ഏത് ഫാമിലിയാണ്? ബോറൺ ഫാമിലി. ബോറോൺ അലൂമിനിയം ഏത് ഗ്രൂപ്പാണ്? ഗ്രൂപ്പ് 13. ഗ്രൂപ്പ് 13 എത്ര വാലൻസ് ഇലക്ട്രോൺസ്? 13 - 10. എത്ര? 3. മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഷെയറിങ്ങിന് കൊടുക്കാം? 3 എണ്ണം. 3 എണ്ണം പോയി കഴിഞ്ഞാൽ എന്തിൽ വരും? +3 വരും. മെറ്റൽ അല്ലേ? അതെ. 3+ പോസിബിൾ അല്ലേ? അതെ. എന്താ കാരണം? 3 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളൂ. അപ്പോൾ +3 പോസിബിൾ ആണ്. നോർമൽ ഓക്സൈഡ് ആണ് അത്. അലൂമിനിയം ഓക്സൈഡ് Al2O3. ക്ലിയർ ആണോ? അലൂമിനിയം എത്രയിലാണ് വരുന്നത്? +3. ഓക്സിജനോ? സിംഗിൾ ഓക്സിജൻ -2. ക്ലിയർ ആണ്? ഓക്കെ. ദെൻ സ്റ്റോക്ക് നൊട്ടേഷൻ പറയുമ്പോൾ എങ്ങനെ പറയണം? അലൂമിനിയം അലൂമിനിയം. പിന്നെ 3 അത് എത്ര എണ്ണമുണ്ട്? 2 എണ്ണം. ഓക്സിജൻ എത്ര എണ്ണമുണ്ട്? 3 എണ്ണം. Al2O3. ക്ലിയർ ആണോ? അല്ലെങ്കിൽ എന്ത് പറയും? അലൂമിനിയം 3 ഓക്സൈഡാ. ഓക്കെ. നമ്മൾ ഒരു കോമ്പൗണ്ട് എടുത്തു, Tl2O. Tl എന്ന് പറഞ്ഞാൽ താലിയമാണ്. താലിയം അലൂമിനിയത്തിൻ്റെ അതേ ഫാമിലി തന്നെ. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. താലിയം മെറ്റലാണ്. ഓക്സൈഡ് അല്ലേ? അതെ. എന്ത് പറഞ്ഞു? ഓക്സിജൻ -2 വന്നു. സം ഈക്വൽ ടു എന്ത് വരണം? 0 വരണം. അപ്പം 2 താലിയം ടുഗദർ ഇൻ +2. സിംഗിൾ താലിയം +1. അപ്പോൾ അതിൻ്റെ പേരെന്താ പറയുക? താലിയം. താലിയം 1 ഓക്സൈഡാണ്. താലിയം 1. അങ്ങനത്തെ എത്ര താലിയം ഉണ്ട്? 2 ഓക്സൈഡാ. ഒരു ഓക്സിജനേ ഉള്ളൂ. വേർഡിങ്സിൽ എഴുതി കൊടുക്കുമ്പോൾ താലിയം. പിന്നെ ഡൈതാലിയം എന്നൊന്നും പറയണ്ട. എന്തിനോ? താലിയം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മനസ്സിലായില്ലേ? ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ഫോർമുല കിട്ടി കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾ വേർഡിങ്സിൽ എഴുതുമ്പോൾ നിങ്ങൾ എണ്ണൊന്നും റെപ്രസെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഓക്സൈഡാന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അണ്ടർസ്റ്റുഡ് ആണ്. ഒരു ഓക്സിജൻ -2 വരും. പിന്നെ ആരത് കിട്ടിയാൽ മതി? ആ മെറ്റലിൻ്റെ കിട്ടിയാൽ മതി. മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാർജ് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എണ്ണം കിട്ടും. ചാർജ് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ അത് ഫോർമുലേറ്റ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്തില്ലേ? അയൺ ഓക്സൈഡ്. ഓക്കെ. ദെൻ അപ്പോൾ ഇത് സ്റ്റോക്ക് നൊട്ടേഷനാണ്. ഓർമ്മയിൽ കൊണ്ടുവരണം. ഐഡിയ വന്നു? കുഴപ്പമില്ലല്ലോ. HAuCl4 ക്ലോറിനാണ്. HAuCl4. AU ഓരം ഗോൾഡാണ്. കണ്ടോ? യെസ്. ഹൈഡ്രജൻ HAuCl4 ആണ്. അത് കണ്ടോ? HAuCl4. ഇതാണ് സംഭവം. ഹാലോജൻസ് അല്ലേ? അതെ.
ഹാലൈഡ് അല്ലേ നിൽക്കുന്നത്? അതെ, ഹാലൈഡ് ആയിട്ടാണ് അത് നിൽക്കുന്നത്. ഗോൾഡ് ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് ഒക്കെ മാതിരി ഗോൾഡ് ക്ലോറൈഡ് ആണ്. ക്ലോറൈഡിൽ ക്ലോറിൻ -1. എത്ര ക്ലോറിൻ? 4 ക്ലോറിൻ. അപ്പോൾ ടോട്ടൽ -4. ക്ലിയർ ആണോ? ദെൻ ഹൈഡ്രജനും ഗോൾഡൂടെ ചേർന്നിട്ട് എത്ര വരണം? +4 വരണം. ഹൈഡ്രജൻ നോർമലി എന്തിലാണ് വരിക? +1. അപ്പോൾ ഗോൾഡ് എത്രയിൽ വരണം? +3 വരണം. സം ഈക്വൽ ടു 0. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്. അപ്പം ഹൈഡ്രജൻ ഇവിടെയാണ് കേട്ടോ. ഹൈഡ്രജൻ പ്ലസ്സിലും പിന്നെ ഇയാൾ മൈനസിലാണ് വരുന്നത്. നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചെയ്ത് +1. ഓക്കെ, അയാൾ മൊത്തം മൈനസിലാണ് വരും. മൊത്തം അത് മൈനസിലാണ് വരും. കാരണം ഇത് +3 ആണ്, ഇത് -4 ആണ്. മക്കൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -1. സം ഈക്വൽ ടു 0. അപ്പോൾ +1 -1 0. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ പേര് പറയുമ്പോൾ എന്ത് പറയണം? അതെ, ഗോൾഡ് എന്തിലാണ് വരുന്നത്? 3യിലാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഗോൾഡ് 3 എന്ന രീതിയിലാണ് അത് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ശരി. നെക്സ്റ്റ് വരുന്നു. നെക്സ്റ്റ് അടുത്ത പറയട്ടെ. നെക്സ്റ്റ് നമ്മൾ വരുന്നത് നമുക്ക് OF2. OF2 മിഡിലിൽ ആര്? ഓക്സിജൻ. രണ്ട് സൈഡിലും അപ്പുറത്തും ആര്? ഫ്ലൂറിനാണ്. H2O ഓർമ്മ ഉണ്ടായിരുന്നില്ലേ? H2O ഇതാണ് നമ്മുടെ H2O. കണ്ടോ? യെസ്. ആരതിൽ മോർ ഇലക്ട്രോനെഗറ്റീവ്? ഓക്സിജനാണ്. ഓക്സിജൻ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസിനും കൂടി പുൾ ചെയ്യും. അപ്പോൾ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഡിസ്പ്ലേസ്ഡ് ആവും. മൈനർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് ഇവിടെ കൂടി. അപ്പോൾ -1. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് ഇവിടെ നിന്നും വരും. അപ്പോൾ ടോട്ടൽ -2. ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് ഡിസ്പ്ലേസ്ഡ് ആയി +1. ഈ ഹൈഡ്രജൻ്റെ ഒരെണ്ണം അങ്ങോട്ട് ഡിസ്പ്ലേസ്ഡ് ആയി +1. സം ഈക്വൽ ടു എന്ത് വരണം? 0 വരണം. അപ്പോൾ ആ രീതിയിൽ ഓക്സിജൻ -2 ഓക്സൈഡാണ്. ഇത് വന്നേ. ഇവിടെ ഓക്സിജൻ ആണോ ഫ്ലൂറിനാണോ മോർ ഇലക്ട്രോനെഗറ്റീവ്? ഓക്സിജൻ ഫ്ലൂറിൻ അറിയാമല്ലോ. ഫ്ലൂറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 4ഉം ഓക്സിജൻ്റെത് 3.5 ആണ്. അപ്പോൾ നമ്മൾ ഫ്ലൂറിനാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ ഈ ഇലക്ട്രോൺസിന് ഇങ്ങോട്ട് പുൾ ചെയ്യും. ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് പുൾ ചെയ്താൽ ഒരു ഇലക്ട്രോണല്ലേ ഇങ്ങോട്ട് ഡിസ്പ്ലേസ്ഡ് ആവുന്നത്? അതെ. ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ഡിസ്പ്ലേസ്ഡ് ആയാൽ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജല്ലേ ഇവിടെ കൂടുന്നത്? അതെ. അപ്പം -1. ദെൻ ഫ്ലൂറിൻ അഗെയിൻ -1. ഓക്സിജൻ്റെ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടും ഡിസ്പ്ലേസ്ഡ് ആയി, ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടും ഡിസ്പ്ലേസ്ഡ് ആയി. ഒരെണ്ണം അങ്ങോട്ട് പോയാൽ +1. ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയാൽ ഒരു ഇലക്ട്രോൺ അല്ലേ? ഇലക്ട്രോൺ ഡെൻസിറ്റി ഒരെണ്ണം വെച്ച് കുറഞ്ഞു +1. ഇലക്ട്രോൺ ഡെൻസിറ്റി ഒരെണ്ണം വെച്ച് കുറഞ്ഞു +1. അപ്പോൾ ടോട്ടൽ എത്രയായി? +2 ആയി. ഫ്ലൂറിനാണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. അപ്പോൾ അതിൻ്റെ കോമ്പൗണ്ട്സിൽ കംപ്ലീറ്റ് അയാൾ എന്തിലേ വരുള്ളൂ? അതിൻ്റെ കോമ്പൗണ്ട്സിൽ അയാൾ -1ലാണ് വരിക. ശ്രദ്ധിച്ചോ? അത് ഇതിൻ്റെ കോമ്പൗണ്ട്സിൽ അയാൾ -1. ഓക്സിജൻ ഫ്ലൂറിൻ ആരാ മോർ ഇലക്ട്രോനെഗറ്റീവ്? ഫ്ലൂറിൻ എന്ത് ചെയ്യും? ഇതിനും കൂടി പുൾ ചെയ്യും. ഏത് ഇലക്ട്രോൺസിനെ പുൾ ചെയ്യുന്നത്? ഈ ഇലക്ട്രോൺസിനെ. അത് ആരുടെ അടുത്തേക്ക് ഡിസ്പ്ലേസ്ഡ് ആയി? ഫ്ലൂറിൻ്റെ അടുത്തേക്ക്. അപ്പോൾ എക്സ്ട്രാ ഇലക്ട്രോൺ അയാളുടെ അടുത്തേക്ക് വന്നില്ലേ? അതെ. ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ അയാളുടെ അടുത്തേക്ക് വന്നാൽ -1. ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നു -1. ഓക്സിജൻ്റെ ഒരെണ്ണം ഇങ്ങോട്ടും പോയി, ഒരെണ്ണം അങ്ങോട്ടും പോയി. അപ്പോൾ രണ്ടെണ്ണം സ്ലൈറ്റ് ആയിട്ട് കുറഞ്ഞില്ലേ? അതെ. അപ്പോൾ എന്ത് വരണം? +2. കുറവിനെ എങ്ങനെയാണ് കാണിക്കുക? പോസിറ്റീവ് വെച്ചിട്ട്. കിട്ടിയതോ? മൈനസ് വെച്ചിട്ട്. ഇലക്ട്രോൺസ് അല്ലേ കിട്ടുന്നത്? മൈനസ് ചാർജാണ് കിട്ടുന്നത്. അപ്പോൾ മൈനസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യണം. മൈനസ് ചാർജ് പോവുകയാണ്, ഒരു പോസിറ്റീവ് ചാർജാണ് പിന്നെ അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ പ്ലസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഇത് സം ഈക്വൽ ടു 0. ഫ്ലൂറിൻ്റെ എല്ലാ കോമ്പൗണ്ടിലും ഫ്ലൂറിൻ എന്തിലാണ് വരിക? -1ലാണ് വരിക. ഓക്സിജൻ അങ്ങനെ ആവണമെന്നുണ്ടോ? ഇല്ല. ഓക്സിജൻ ഇവിടെ +2 അല്ലേ വന്നത്. നമ്മൾ O2F2 എടുത്തു. O2F2 ഇതേ ടൈപ്പിൽ കണ്ടാൽ മതി. O2F2 ഫ്ലൂറിൻ എപ്പോഴും എന്തിലേ വരുള്ളൂ? -1. സിംഗിൾ ഫ്ലൂറിൻ -1. എത്ര ഫ്ലൂറിൻ ഉണ്ട്? 2 ഫ്ലൂറിൻ. അപ്പോൾ 2 ഫ്ലൂറിൻ എത്രയായി? -2. സം ഈക്വൽ ടു എന്ത് വരണം? 0 വരണം. അപ്പോൾ 2 ഓക്സിജനോടെ +2. അപ്പോൾ ഒരു ഓക്സിജനോ? ഒരു ഓക്സിജന് +1 വരിക. അപ്പോൾ ഓക്സിജൻ +1 ഉണ്ട്, ഓക്സിജന് +2 ഉണ്ട്. ഓക്സിജന് നമ്മൾ ഓക്സൈഡിൽ -2 ഉണ്ട്, പെറോക്സൈഡിലോ -1 ഉണ്ട്, സൂപ്പർ ഓക്സൈഡിൽ -1/2 ഉണ്ട്. ഫ്രാക്ഷൻ ആവറേജ് എടുത്തപ്പോൾ വന്നു. ഓർമ്മയില്ലേ? യെസ്. ക്ലിയർ അല്ലേ അത്? ദെൻ അത് ഫ്ലൂറിൻ്റെ കേസാണ്. നമ്മൾ ഇങ്ങനെ ഒരാളെടുത്തതാ HOF. ഓക്സിജൻ ആരോടാ കണക്ട് ചെയ്തിരിക്കുന്ന? ഫ്ലൂറിനോടാണ്. ആരാ മോർ ഇലക്ട്രോനെഗറ്റീവാ? മോർ ഇലക്ട്രോനെഗറ്റീവ് ഫ്ലൂറിനാണ്. എന്ത് ചെയ്യും? ഇതിനങ്ങോട്ട് പുൾ ചെയ്തു. ഒരെണ്ണത്തിന് അങ്ങോട്ട് പുൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം എക്സ്ട്രാ അങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ അയാൾക്ക് എന്ത് വരും? -1. ക്ലിയർ അല്ലേ? ഓക്സിജൻ്റെ ഒരെണ്ണം അങ്ങോട്ട് പോയില്ലേ? അതെ. അപ്പോൾ ആ ഭാഗത്ത് എന്താ ചാർജ് വരിക? +1. ഓക്സിജൻ ആണോ ഹൈഡ്രജൻ ആണോ മോർ ഇലക്ട്രോനെഗറ്റീവ്? ഓക്സിജനാണ്. എന്ത് ചെയ്തു? ഇതിനങ്ങോട്ട് പുൾ ചെയ്തു.
പുള്ളി ചെയ്യുമ്പോൾ ഈ ഒരെണ്ണം ഇങ്ങോട്ട് എക്സ്ട്രാ വരും. അപ്പോൾ അയാൾക്ക് എത്രയായി? ഹൈഡ്രജൻ്റെ ഒരെണ്ണം അങ്ങോട്ട് ഡിസ്പ്ലേസ്ഡ് ആയി. ഒരെണ്ണം അങ്ങോട്ട് വന്നാൽ -1, ഒരെണ്ണം ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ +1, ഇവിടുന്ന് ഒരെണ്ണം അങ്ങോട്ട് വന്നു -1, ഒരെണ്ണം ഇവിടുന്ന് അങ്ങോട്ട് പോയി ഫ്ലൂറിൻ്റെ അടുത്തേക്ക്, അപ്പം ഒരെണ്ണം ഫ്ലൂറിൻ്റെ അടുത്തേക്ക് പോയി, അപ്പോൾ ഓക്സിജന് +1, ഒരെണ്ണം ഓക്സിജൻ്റെ അടുത്തേക്ക് വന്നു, ഹൈഡ്രജൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, അപ്പോൾ ഹൈഡ്രജൻ്റെ സൈഡിൽ നിന്ന് ഓക്സിജൻ്റെ അടുത്തേക്ക് വന്നു -1, ഇവിടുന്ന് അങ്ങോട്ട് പോയി +1, അപ്പം നെറ്റ് ഈക്വൽ ടു 0. ഹൈഡ്രജൻ്റെ ഒരെണ്ണം അങ്ങോട്ട് പോയി +1. ആൾജിബ്രിക് സം ഈക്വൽ ടു 0 വരണം. 0 കംപ്ലീറ്റ് ആയിട്ട് ചെയ്താൽ 0 എന്ന് എനിക്ക് മനസ്സിലായോ? അത് ഓക്സിജൻ ഫ്ലൂറിൻ ആരാ മോർ ഇലക്ട്രോനെഗറ്റീവ്? ഫ്ലൂറിൻ. അപ്പോൾ ഓക്സിജൻ്റെ അങ്ങോട്ട് പുള്ള് ചെയ്തു. അപ്പോൾ ഓക്സിജൻ്റെ ഒരെണ്ണം ഫ്ലൂറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഓക്സിജൻ ആ സൈഡ് +1. ഹൈഡ്രജനോ ഓക്സിജനോ മോർ ഇലക്ട്രോനെഗറ്റീവ് ഓക്സിജൻ ആരതും ഇങ്ങോട്ട് പുള്ള് ചെയ്തു, ഹൈഡ്രജൻ്റെ അങ്ങോട്ട് പുള്ള് ചെയ്തു. എത്ര എണ്ണം? ഒരെണ്ണം നെക്സ്റ്റ് അങ്ങോട്ട് വന്നാൽ -1. അപ്പോൾ ഇവിടുന്ന് -1ഉം ഇതാണ് +1ഉം. അപ്പോൾ നെറ്റ് ഈക്വൽ ടു എന്ത് വന്നു? 0 വന്നു. ഹൈഡ്രജൻ എന്തിൽ വരും? +1ൽ. സം ഈക്വൽ ടു മൊത്തം സമ്മ 0. ക്ലിയർ ആണോ? അപ്പോൾ ഫ്ലൂറിൻ അതിൻ്റെ കോമ്പൗണ്ട്സിൽ എന്തേ വരുന്നുള്ളൂ? -1 വരുന്നുള്ളൂ. എന്താ കാരണം? ഫ്ലൂറിൻ ഈസ് ദി മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. അപ്പോൾ നാട്ടുകാർ ഇലക്ട്രോൺസിനെ മൊത്തം അതും കൂടി പുള്ള് ചെയ്യുക, ഇലക്ട്രോൺ ഡെൻസിറ്റി അയാൾക്ക് കൂടുക ചെയ്യുക. അപ്പോൾ അയാൾക്ക് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റേ വരുള്ളൂ. അത് -1. ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. യെസ്. നമ്മൾ HOCl എടുത്തു. കഴിഞ്ഞ ദിവസം കണ്ടതാണ് നമ്മൾ HOCl. ഒന്ന് പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കി. HOCl ക്ലോറിൻ ആരോ കൂടെയുള്ളത്? ക്ലോറിൻ ഓക്സിജൻ്റെ കൂടെയുള്ളത്. ആരാ മോർ ഇലക്ട്രോനെഗറ്റീവ്? മോർ ഇലക്ട്രോനെഗറ്റീവ് ഓക്സിജനാണ്. എന്ത് ചെയ്യും? ക്ലോറിൻ ഇലക്ട്രോൺസിനെ അങ്ങോട്ട് പുള്ള് ചെയ്യും, ഇങ്ങോട്ട് പുള്ള് ചെയ്തു. ആരടുത്തേക്ക്? ഓക്സിജൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഓക്സിജൻ ഏതൊക്കെ കിട്ടും? ഇയാളതും കിട്ടും, ഹൈഡ്രജൻ്റെതും കിട്ടും. അപ്പോൾ ഓക്സിജൻ എന്തിൽ വന്നു? -2 വന്നു. ക്ലോറിൻ്റെ ഇലക്ട്രോൺസ് ഒരെണ്ണം അങ്ങോട്ടല്ലേ പോയത്? അതെ. അപ്പോൾ +1 വരും. +1 വരും. സം ഈക്വൽ ടു എന്ത് വരും? 0 വരും. അപ്പോൾ ഹാലജൻ അവിടെ എന്തിലാണ് വന്നത്? +1 വന്നത്. അത് ഫ്ലൂറിൻ എന്തിലാണ് വന്നത്? -1 വന്നത്. എവിടാ? HOF. ഏതാ? HOCl. കണ്ടോ? രണ്ടു ഡിഫറൻസ് ഇല്ലേ? ഡിഫറൻസ് ഉണ്ട്. ക്ലോറിനോ ബ്രോമിനോ അയഡിനോ വന്നാലോ ഇതേ കേസ് തന്നെയാണ് വരിക. കാരണം അവിടേക്ക് ഓക്സിജനായിരിക്കും മോർ ഇലക്ട്രോനെഗറ്റീവ്. ആണോ? അപ്പോൾ അയാൾ പോസിറ്റീവിൽ വരും. ക്ലിയർ ആണോ പറഞ്ഞത്? യു ഗോട്ട് ദി ഐഡിയാസ്? യെസ്. ഇതാണ് കേസ്. ഇനിയിപ്പോൾ ഫ്ലൂറിൻ എടുത്തു, F2 എടുത്തു. F2 എന്താ? ഫ്ലൂറിൻ എലമെൻ്ററി സ്റ്റേറ്റ് ആണ്, ഫ്രീ സ്റ്റേറ്റ് ആണ്. എലമെൻ്ററി സ്റ്റേറ്റ്. ഫ്ലൂറിൻ്റെ കൂടെ ആര് തന്നെയാണുള്ളത്? ഫ്ലൂറിൻ തന്നെയാണുള്ളത്. FF ബോണ്ടാണ് വരുന്നത്. അപ്പുറത്ത് ഫ്ലൂറിൻ, ഇപ്പുറത്ത് ഫ്ലൂറിൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി സെയിം. അങ്ങോട്ട് പുള്ള് ചെയ്താലും കിട്ടില്ല, അങ്ങോട്ട് പുള്ള് ചെയ്താലും കിട്ടില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ രണ്ട് സൈഡാണെങ്കിൽ ഫ്ലൂറിൻ എന്ത് വരും? 0 വരും. അപ്പം ഫ്രീ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ എലിമെൻ്ററി സ്റ്റേറ്റിൽ അയാൾ എന്തിൽ വന്നു? 0ൽ വന്നു. ഐഡിയ ക്ലിയർ ആണോ? കുഴപ്പമാണോ? യെസ്. ദെൻ ഇനി മക്കൾ നോക്കും. ക്ലിയർ അല്ലേ? അത് ഓക്സിജൻ ഫ്ലൂറിൻ ഐഡിയാസ് വന്നല്ലോ. അടുത്ത കോമ്പൗണ്ട് പറയാം. നെക്സ്റ്റ് പറയട്ടെ. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് HgCl2. Hg അറിയാമല്ലോ, ഹൈഡ്രോജറം. മെർക്കുറിയാണ് Hg. ഹാലജൻസ് എന്തിലാണ് വരുന്നത്? മെർക്കുറി ക്ലോറൈഡ് എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ ക്ലോറൈഡാണ്, ഹാലൈഡാണ്. ഹാലൈഡിൽ ഹാലജൻ എന്തിൽ വരും? ഹാലൈഡിൽ ഹാലജൻ, സിംഗിൾ ഹാലജൻ -1, 2 ഹാലജൻ ടുഗദർ ഇൻ -2. 2 ഹാലജൻ -2ൽ വരും. സം ഈക്വൽ ടു എന്ത് വരണം? 0 വരണം. അപ്പോൾ ഒരു മെർക്കുറി എന്തിൽ വരണം? +2ൽ വരണം. അപ്പോൾ ഇത് ഏതാ? മെർക്കുറി 2 ക്ലോറൈഡാണ്. മെർക്കുറി 2 ക്ലോറൈഡ്. സ്റ്റോക്ക് നൊട്ടേഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരണം? Hg. ഒരു Hg അല്ലേ ഉള്ളൂ? അതെ. എത്ര ഓക്സിഡേഷൻ സ്റ്റേറ്റ്? 2. റോമൻ ന്യൂമറൽസ് വെച്ചിട്ട് അത് എഴുതി. ദെൻ ക്ലോറിൻ എത്ര ഉണ്ട്? 2. വേർഡിങ്സിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? മെർക്യൂറിക് അല്ലേ? മെർക്യൂറിക് ക്ലോറൈഡ്. മെർക്യൂറിക് എന്ന് പറയുമ്പോൾ മെർക്കുറി എന്തിലാണ് വരുന്നത്? മെർക്യൂറിക് എന്ന് പറയുമ്പോൾ മെർക്കുറി അതിൻ്റെ +2ലാണ് വരുന്നത്. മെർക്യൂറിക് ക്ലോറൈഡ്. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? മെർക്കുറി 2 ക്ലോറൈഡ്. വേർഡിങ്സിൽ എഴുതുമ്പോൾ അങ്ങനെ എഴുതാം. മെർക്കുറി 2 ക്ലോറൈഡ്. ക്ലിയർ ആണോ? ഐഡിയ വന്നില്ലേ? മെർക്കുറി 2 ക്ലോറൈഡ് ഓർ മെർക്കുറി 2 ക്ലോറൈഡ്. ഇനി നോക്കിക്കൊണ്ടു HgCl2. 2 chlorine together in -2. Sum equal to 0. Sum equal to 0 ആണ്. അപ്പം 2 mercury together in +2. കണ്ടോ?
ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു മെർക്കുറി എന്തിൽ വരണം? ഒരു മെർക്കുറി 1 വരണം. അപ്പോൾ ഇതാരാ? മെർക്കുറി 1 ക്ലോറൈഡാണ്. മെർക്കുറി 1 ക്ലോറൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെർക്യൂറസ് ക്ലോറൈഡ്. മെർക്യൂറസ് ക്ലോറൈഡാണത്. അപ്പം മെർക്കുറി +1 വരുമ്പോൾ അത് എന്താ പറയേണ്ടത്? മെർക്യൂറസ് ആണ്. ഇനി അയാൾ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യാന്ന് അറിയോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെർക്കുറി +1 ആണെങ്കിലും അത് ഡൈമറായിട്ടാണ് നിൽക്കുക. ഡൈമർ എന്ന് പറഞ്ഞാൽ 2 മെർക്കുറി ചേർന്ന് കമ്പൈൻ ചെയ്താണ് നിൽക്കുക. മോണോമറായിട്ടല്ല നിൽക്കുക, സിംഗിൾ യൂണിറ്റ് ആയിട്ടല്ല നിൽക്കുക. അത് പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ. മെർക്യൂറിക് ആരാ? മെർക്യൂറിക് എന്ന് പറഞ്ഞെങ്കിൽ HgCl2 ഈ Hg2+ ആണ് മെർക്യൂറിക്. അവിടെ സിംഗിൾ മെർക്കുറി ഉള്ളൂ. ഇതാരാ? മെർക്യൂറസ് ക്ലോറൈഡ്. അപ്പോൾ മെർക്യൂറസ് അയോൺ ഏതാ? മെർക്യൂറസ് അയോൺ എന്ന് പറഞ്ഞാൽ ഈ മൊത്തം അയോണാണ്. അതിൽ 2 മെർക്കുറിക്കാണ് +2. അപ്പോൾ ഒരു മെർക്കുറിക്കോ? ഒരു മെർക്കുറിക്ക് +1. അപ്പോൾ മെർക്കുറി +1 വരുമ്പോൾ എന്താ പറയുക? മെർക്യൂറസ് അയോണ. അത് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുക? Hg+ എന്നും പറഞ്ഞിട്ട് സിംഗിൾ യൂണിറ്റ് ആയിട്ടല്ല നിൽക്കുക. Hg2+ എന്ന് പറഞ്ഞ് ഈ യൂണിറ്റ് ആയിട്ടാണ് നിൽക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒരേ സ്റ്റോഷിയോമെട്രി അല്ലേ, 2 2 ക്യാൻസൽ ചെയ്ത് HgCl എന്ന് എഴുതിയാൽ മതി. മനസ്സിലായോ? അങ്ങനെയാണോ അത് നിൽക്കുക? അല്ല. അതെങ്ങനെയാണ് നിൽക്കുന്നത്? ഡൈമർ എന്ന് പറഞ്ഞാൽ 2 പേര് ചേർന്നിട്ട് ഒരു യൂണിറ്റ് ആയിട്ടാണ് നിൽക്കുക. ഡൈമർ. അപ്പോൾ ഡൈമർ അയോണായിട്ടാണ് നിന്നത്. മെർക്യൂറസ് ക്ലോറൈഡാ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, യെസ്. അതൊന്ന് പേരൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. മെർക്യൂറി ക്ലോറൈഡാ, മെർക്യൂറസ് ക്ലോറൈഡാ. മെർക്യൂറസ് അയോൺ ഏതാ? Hg2+ ആണ്. അതിൽ മെർക്കുറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? സിംഗിൾ മെർക്കുറിക്ക് +1. മെർക്കുറി +2 വന്നാൽ, സിംഗിൾ മെർക്കുറി +2 വന്നാൽ മെർക്യൂറിക്. സിംഗിൾ മെർക്കുറി +1 വന്നാൽ Hg+ മെർക്യൂറസ്. എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഡൈമറായിട്ട്. എങ്ങനെ? Hg2+. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഇതാണ്. അപ്പോൾ ഇതാണ് ആര്? മെർക്യൂറസ് അയോൺ. ക്ലിയറാ? യെസ്. ഇനി അടുത്തതിൽ വരുന്നു. അപ്പോൾ അത് എലമെൻറ്റ്സിലും മെറ്റൽസിൻ്റെ കേസിലേക്കൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ദെൻ വി ഗോ ടു ദി നെക്സ്റ്റ്. നമ്മൾ അടുത്ത കോമ്പൗണ്ടാണ് പറയണത്. CaOCl2. CaOCl2 എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ എന്നുള്ള രീതിയിലാണ് നമ്മളിത് വിളിക്കുക. ആക്ച്വലി ബ്ലീച്ചിങ് പൗഡറിൻ്റെ കോമ്പോസിഷൻ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്, മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ അനുസരിച്ചിട്ട് മാറും. എനിവേ, ദിസ് ഈസ് വൺ ഓഫ് സച്ച് എ പ്രസൻറ്റേഷൻ. CaOCl2 ബ്ലീച്ചിങ് പൗഡർ എന്നുള്ള സെൻസിലാണ് നമ്മളിത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആക്ച്വൽ കോമ്പോസിഷൻ വേറെ ഉണ്ട് കേട്ടോ. CaOCl ട്വൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. വി വിൽ സ്റ്റഡി ലേറ്റർ. നമ്മൾ ഈ കോമ്പൗണ്ട് എടുത്തു, CaOCl2. CaOCl ഇതാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ. കണ്ടോ? അപ്പോൾ കാൽഷ്യത്തിൻ്റെ കൂടെ ആരുണ്ട്? കാൽഷ്യത്തിൻ്റെ കൂടെ OCl ഉണ്ട്, പിന്നെ കാൽഷ്യത്തിൻ്റെ കൂടെ ക്ലോറിൻ ഉണ്ട്. കണ്ടോ? കാൽഷ്യം ആൽക്കലൈൻ എർത്ത് മെറ്റൽ അല്ലേ? അതെ. ആൽക്കലൈൻ എർത്ത് മെറ്റൽ വാലൻസി ഇലക്ട്രോൺസ് NS2 ആണ് ജനറൽ കോൺഫിഗറേഷൻ. അപ്പോൾ 2 വാലൻസി ഇലക്ട്രോൺസ്. മെറ്റൽ അല്ലേ? അപ്പം യൂഷ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 വാലൻസി ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ +2. അപ്പോൾ കാൽഷ്യം വരുന്നത് +2ലാണ്. ഓക്സിജൻ അല്ലേ മോർ ഇലക്ട്രോനെഗറ്റീവ്? അതെ. എന്ത് ചെയ്തു? ഇതിനെ അങ്ങോട്ട് പുൾ ചെയ്തു. കാൽഷ്യത്തിൻ്റെ ഇലക്ട്രോൺ അങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്താൽ കാൽഷ്യത്തിന് ആ ഭാഗം +1. ക്ലോറിൻ അല്ലേ മോർ ഇലക്ട്രോനെഗറ്റീവ്? അതെ. ഇങ്ങോട്ട് പുൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യത്തിന് അഗെയിൻ +1. അങ്ങോട്ട് പോയി +1, ഇങ്ങോട്ട് പോയി +1. അപ്പോൾ ടോട്ടൽ എത്രയാൾ? +2ലായി. അപ്പോൾ കാൽഷ്യം +2. ഇനി നോക്കി ഓക്സിജൻ. വേറെ ഓ ലിങ്കേജ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. സാധാരണ എന്താ? ഓക്സൈഡിൽ ഓക്സിജൻ മാതിരി. ഓക്സൈഡിൽ ഒരു ഓക്സിജൻ എന്തിൽ വരണം? -2 വരണം. കണ്ടോ? ഓക്സൈഡിൽ ഓക്സിജൻ -2 വരണം. വേറെ ഓക്സിജൻ ഇല്ല, വേറെ ഓക്സൈഡ് ലിങ്കേജ് ഒന്നും ഇല്ല. സിംഗിൾ ഓക്സിജൻ ഉള്ളൂ. സിംഗിൾ ഓക്സിജൻ വരുമ്പോൾ തന്നെ അത് -2ലാണ്. നോക്കിയതാ ഓക്സിജൻ കാൽഷ്യത്തിനേക്കാളും മോർ ഇലക്ട്രോനെഗറ്റീവ് അല്ലേ? അതെ. അപ്പോൾ ഇതിനങ്ങോട്ട് പുൾ ചെയ്താൽ ഈ ഭാഗത്തുനിന്ന് -1, ഇതിനങ്ങോട്ട് പുൾ ചെയ്താൽ ആ ഭാഗത്തുനിന്ന് -1. അപ്പോൾ ടോട്ടൽ എത്രയായി? -2 ആയി. ക്ലിയർ അല്ലേ? യെസ്. ഇനി ക്ലോറിൻ്റെ നോക്കി. ഇവിടെ വാ. ഇത് +2 -2 ഓൾറെഡി എന്തായി? 0 ആയി. ന്യൂട്രൽ അല്ലേ? ചാർജ് വൈസ് ന്യൂട്രലാണ്. അപ്പോൾ മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? 0 വരണം അല്ലേ? ഇത് ഓൾറെഡി എന്തായി കഴിഞ്ഞു? 0 ആയി കഴിഞ്ഞു. മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? 0 വരണം. അപ്പോൾ 2 ക്ലോറിനോട് എന്തിൽ വരണം? 0ൽ വരണം. നല്ലല്ലേ സം ഈക്വൽ ടു 0 ആവുള്ളൂ. 2 ക്ലോറിനോട് അവിടെ വേറെ ഏതെങ്കിലും ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നാൽ 0 ആവുമോ? ഇല്ലല്ലോ. കംപ്ലീറ്റ്ലി സം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അങ്ങനെ വരാൻ പാടുള്ളൂ. ക്ലിയറാ?
അപ്പം 2 ക്ലോറിനോട് 0യിലാണ് അവിടെ വന്നത്. ഇവിടെ നോക്കി, ക്ലോറിൻ നോക്കി, ഓക്സിജനാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. ഇതിനങ്ങോട്ട് പുള്ളി ചെയ്തു, ഇങ്ങോട്ട് പുള്ളി, ഇങ്ങോട്ട് പോട്ടെ, ഓക്സിജൻ്റെ അടുത്തേക്ക് പോയി. എത്ര ഇലക്ട്രോൺ? 1 ഇലക്ട്രോൺ. ക്ലോറിൻ്റെ 1 ഇലക്ട്രോൺ ഓക്സിജൻ്റെ അടുത്തേക്ക് പോയാൽ ക്ലോറിൻ്റെ +1. കാൽഷ്യത്തിനേക്കാളും മോർ ഇലക്ട്രോനെഗറ്റീവ് ക്ലോറിനാണ്, ഇങ്ങോട്ട് പുള്ളി ചെയ്തു, ഒരെണ്ണം ക്ലോറിൻ്റെ അടുത്തേക്ക് വന്നാൽ -1. അപ്പോൾ ക്ലോറിൻ ഒരാൾ +1ലും ക്ലോറിൻ വേറൊരാൾ -1ലും. എത്ര ക്ലോറിൻ ഉണ്ട്? 2 ക്ലോറിൻ. ആവറേജ് എടുക്കുമ്പോൾ എന്ത് വരും? 2 ക്ലോറിൻ ആവറേജ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? ഒരു ക്ലോറിൻ എത്രയാ? +1. മറ്റേ ക്ലോറിൻ എത്രയാ? -1. അപ്പോൾ ആവറേജ് എടുക്കുമ്പം 2 ക്ലോറിൻ്റെ അല്ലേ എടുക്കേണ്ടത്? 2 ക്ലോറിനൂടെ -1 + 1 0. 2 ക്ലോറിനൂടെ 0. അപ്പോൾ ഒരു ക്ലോറിന് ഓൺ ആൻ ആവറേജ് 0. കണ്ടോ? 2 ക്ലോറിനൂടെ 0. അപ്പോൾ ഒരു ക്ലോറിന് 2 ക്ലോറിനൂടെ 0 അല്ലേ? +1 -1. +1 -1 ആഡ് ചെയ്താൽ എന്താ വരിക? 0. അപ്പോൾ 2 ക്ലോറിനൂടെ 0. അപ്പോൾ ഒരു ക്ലോറിനോ 0/2. ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. ശരിക്കുള്ളത് എത്രയാണ്? ആവറേജ് എടുക്കുമ്പോൾ 0. നമ്മൾ നേരത്തെ കണ്ടില്ലേ? ആവറേജ് ഫ്രാക്ഷൻ ആയില്ലേ? 8/3. ശരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ് 8/3 ആണോ? അല്ല. ഒരാളത് എത്രയാണ്? +2. മറ്റേ ആളത് എത്രയാണ്? +3. പിന്നെ എന്താ 8/3 വന്നത്? അത് ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. ഇൻഡിവിജ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിഫറൻറ്റാണ്. ആവറേജ് എടുക്കുമ്പോൾ അങ്ങനെ വന്നേ. ഇവിടെ എന്താ? ആവറേജ് ഈക്വൽ ടു എന്താ? 0 ആണ്. ഇൻഡിവിജ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? ഒരാളത് +1 മറ്റേ ആളത് -1 ആണ്. കൺഫ്യൂസ്ഡ് ആവരുത് അത് കേട്ടോ. ക്ലിയർ ആണ് പറഞ്ഞത്. ഇൻഡിവിജ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അയാൾ എങ്ങനെയാണ് ബോണ്ടിങ്ങിൽ വന്നത് നോക്കി, ഇങ്ങനെയാണ് ബോണ്ടിങ്ങിൽ വന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുക്കുമ്പോൾ ഒരാളത് +1 മറ്റേ ആളത് -1. അത് കുഴപ്പമില്ലല്ലോ, ഇല്ല. അപ്പോൾ ശരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? ഒരു ക്ലോറിൻ +1 മറ്റേ ക്ലോറിൻ -1. അപ്പോൾ 0 എന്ന് പറയുന്നതോ? 0 എന്താ? ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. എങ്ങനെ ആവറേജ് എടുക്കുക? 2 കൂടെ കൂട്ടി 2 ഡിവൈഡ് ചെയ്യുക. 3 ആളുണ്ടെങ്കിൽ 3 കൂട്ടി 3 ഡിവൈഡ് ചെയ്യണം. ക്ലിയർ ആണ് പറഞ്ഞത്? ഐഡിയ വന്നോ? കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പം ചിലർക്ക് സംശയം വരും, ഇവിടെ ക്ലോറിൻ 0 അല്ലേ, ക്ലോറിൻ +1 -1 അല്ലേ, ഇപ്പോൾ 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നോ? ഇല്ല. ക്ലോറിൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ശരിക്കും എത്രയാണ്? ഒരു ക്ലോറിൻ +1 മറ്റേ ക്ലോറിൻ -1. ഒരാൾ +1 മറ്റേ ആൾ -1. അതാണ് ശരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി ഒരാൾക്ക് +1 മറ്റേ ആൾക്ക് -1 കൂടെ വരുമ്പോൾ 2 പേര് കൂടെ എത്രയായി? 0 ആയി. അതാണ് ഇവിടെ കാൽക്കുലേഷനിൽ വന്നത്. കാൽഷ്യത്തിന് എത്ര? +2. ഓക്സിജൻ എത്ര? -2. ആഡ് ചെയ്യുമ്പോൾ തന്നെ എന്തായി? 0 ആയി. മൊത്തം ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? 0 വരണം. അപ്പോൾ 2 ക്ലോറിനൂടെ പിന്നെ എന്തിലേ വരാൻ പറ്റുള്ളൂ? 0 അല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ക്ലോറിനൂടെ 0. 2 ക്ലോറിനൂടെ 0 അല്ലേ? അതെ, 2 ക്ലോറിനൂടെ 0. അപ്പോൾ തെറ്റിയിട്ടുണ്ടോ? ഇല്ല. ഐഡിയ വന്നോ? 2 ക്ലോറിനൂടെ 0 ആണെങ്കിൽ ഒരു ക്ലോറിന് എന്ത് വരും? അപ്പം നമ്മൾ എടുക്കുന്നത് ആവറേജ് ആണ്. 2 ക്ലോറിനൂടെ 0. അപ്പോൾ ഒരു ക്ലോറിൻ 0/2 0. ആ 0 എന്താ? ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. ശരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയോ ക്ലോറിന്? +1 -1. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ആവറേജ് ആണ് 0. നേരത്തെ ആവറേജ് 8/3 എടുത്തില്ലേ? 8/3 ആവറേജ്. ശരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? +2 +3. ആവറേജ് എടുക്കുമ്പോൾ 8/3 വന്നു. ആവറേജ്. ക്ലിയർ ആണോ? ഐഡി വെക്കണേ. ഓക്കെ, ശരി. നെക്സ്റ്റ് നമ്മൾ വരുന്നത് CrO5 ആണ്. CrO5 കണ്ടോ? ക്രോമിയാണ്. ക്രോമിയം ആരാ? ട്രാൻസിഷൻ മെറ്റലാണ്. ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കോൺഫിഗറേഷൻ അറിയാമല്ലോ. ജനറൽ കോൺഫിഗറേഷൻ N-1d 1 to 10 NS 0 to 2. ഇതാണ് ജനറൽ കോൺഫിഗറേഷൻ. ഔട്ടർ ഷെല്ല് ഏതാ? nth ഷെല്ല്. അതിലാരുണ്ട്? S സബ് ഷെല്ല്. അവിടെ ഒന്നുകിൽ 0 ആവാം, 1 ആവാം, 2 ആവാം, 0 to 2 ആവാം. അതിൻ്റെ തൊട്ടുള്ളിലുള്ള ഷെല്ല് ഏതാ? N-1th ഷെല്ലാണ്. ഇത് ഔട്ടർ ഷെല്ലാണ്. അപ്പോൾ ഇത് പെനാൾട്ടിമേറ്റ് ഷെൽ. N-1 പെനാൾട്ടിമേറ്റ് ഷെൽ തൊട്ടുള്ളിലുള്ളത്. പെനാൾട്ടിമേറ്റ് ഷെല്ലിൽ ഏത് സബ് ഷെല്ലിൻ്റെ പ്രോഗ്രസീവ് ഫില്ലിംഗാണ് നടക്കുന്നത്? D സബ് ഷെല്ലിൻ്റെ. Dയിൽ 1, Dയിൽ 2, Dയിൽ 3 ഇങ്ങനെയാണ് പോണത്. അപ്പോൾ ട്രാൻസിഷൻ മെറ്റൽസ് ആയതുകൊണ്ട് ഈ ഔട്ടറിൽ നിൽക്കുന്ന S ഇലക്ട്രോൺസിനെയും പെനാൾട്ടിമേറ്റിൽ നിൽക്കുന്ന D ഇലക്ട്രോൺസിനെയും ഷെയറിങ്ങിന് വേണ്ടി അവൈലബിൾ ആവും. മനസ്സിലായോ? എല്ലാവർക്കും അവൈലബിൾ ആവുമോ? ഇല്ല. ഒരു മിഡിൽ റോ വരെയുള്ള, ഒരു നടുക്ക് വരെയുള്ള, ഒരു മാംഗനീസ് വരെയുള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഡിയും എസും സുഖമായിട്ട് കിട്ടും. മനസ്സിലായോ? അപ്പോൾ അത് ശ്രദ്ധിക്കണം. ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്താ? ക്രോമിയം അറ്റോമിക് നമ്പർ 24 വരുമ്പോൾ നമുക്കറിയാമല്ലോ 4s1 3d5 ആയിരുന്നു അതിലുള്ള കോൺഫിഗറേഷൻ. ഔട്ട് ഫോർ പ്രിൻസിപ്പിളിന് എക്സെപ്ഷൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ് അല്ലേ? നോർമൽ കോൺഫിഗറേഷന് സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇയാൾക്ക് മാക്സിമം എത്ര ഇലക്ട്രോൺസിന് ഷെയറിങ്ങിന് കൊടുക്കാൻ പറ്റും? എസ്സിൽ വരുന്ന 1 എണ്ണം കൊടുക്കുക, ഡിയിൽ വരുന്ന 5 എണ്ണം കൊടുക്കുക. അപ്പോൾ 6 എണ്ണം മാക്സിമം ഷെയറിങ്ങിൽ കൊടുക്കാൻ പറ്റും.
അതിന് ശേഷം പിന്നെ കൊടുക്കാൻ പറ്റില്ല, വേറെ ഒരെണ്ണവും കൊടുക്കില്ല. മാക്സിമം എത്ര? 6 ഇലക്ട്രോൺസ്. അപ്പോൾ മാക്സിമം 6 ഇലക്ട്രോൺസ് ഷെയറിങ്ങിൽ പോയാൽ ക്രോമിയത്തിൻ്റെ മാക്സിമം പോസിബിൾ ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്രയാണ് വരിക? +6 ആണ് വരിക. +6. തെറ്റിപ്പോരുത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിയേ, സ്കാൻഡിയം മനസ്സിലായോ? സ്കാൻഡിയത്തിന് അറ്റോമിക് നമ്പർ എത്രയാ? 21. ആ 21 തന്നെ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ കോൺഫിഗറേഷൻ കിട്ടും. 21 2 ആരാ? 4s 2 എണ്ണം, 1 ഡിയിൽ ഒരെണ്ണം. അപ്പം 3d1 4s2. ഇതാണ് അതിൻ്റെ ഔട്ടറിൽ വരുന്ന കോൺഫിഗറേഷൻ. ഔട്ടറും ജസ്റ്റ് പെനാൾട്ടിമേറ്റ്. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് വരെ മാക്സിമം അയാൾ ഡൊണേറ്റ് ചെയ്യും? ഈ 2ഉം കിട്ടും, ഈ 1ഉം കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ അയാൾക്ക് എത്ര വരെ വരാം? 2, 1, 3 എണ്ണം പോയി കഴിഞ്ഞാൽ അയാൾ +3 വരും. സ്കാൻഡിയം കഴിഞ്ഞ അടുത്ത എലമെൻ്റ് ആരാ? നമുക്കവിടെ ടൈറ്റാനിയാണ്. ടൈറ്റാനിയം എത്ര അറ്റോമിക് നമ്പർ? 22 ആണ് വരുന്നത്. 2 അല്ലേ? അതെ. അപ്പോൾ 4s എത്ര എണ്ണം? 2 എണ്ണം. 3d എത്ര എണ്ണം? 2 എണ്ണം. മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഷെയറിങ്ങിൽ കൊടുക്കുക? 4 എണ്ണം വരെ പോവാം. അപ്പോൾ എന്ത് വരും? അയാൾക്ക് +4 മാക്സിമത്തിലേക്ക് വരാം. ക്ലിയർ ആണോ? +2 അയാൾക്ക് വന്നൂടെ? അയാൾക്ക് വരാം. വേരിയബിൾ ഓക്സിഡൈസ് സ്റ്റേറ്റുകൾ വരാം. s ഇലക്ട്രോൺസിനെ മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 എണ്ണം മാത്രം കൊടുത്താൽ +2 വരാം. ക്ലിയർ ആണോ? അപ്പം വെറൈറ്റീസ് ഓഫ് അല്ലെങ്കിൽ വേരിയസ് ഓക്സിഡൈസ് സ്റ്റേറ്റുകൾ ആര് കാണിക്കും? ട്രാൻസിഷൻ എലിമെൻറ്റ്സ് കാണിക്കും. കാരണം എന്താ? വേരിയബിൾ വാലൻസി വരുന്നുണ്ട്. എന്താ കാരണം? s ഇലക്ട്രോൺസിനെയും കിട്ടും, d ഇലക്ട്രോൺസിനെയും കിട്ടും. s മാത്രം കൊടുത്താൽ 2 എണ്ണേ കൊടുക്കുകയുള്ളൂ, +2 ആവും. s-ഉം d-യുടെ ഒരുമിച്ച് കൊടുത്താലോ 4 എണ്ണം മാക്സിമം കൊടുക്കും, അപ്പോൾ +4 ആവും. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ആൽക്കലി മെറ്റലാണെങ്കിൽ ഔട്ടർ കോൺഫിഗറേഷൻ എന്താ? S1. അപ്പോൾ എത്ര ഇലക്ട്രോണേ കൊടുക്കുള്ളൂ? ഒരെണ്ണം മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ എന്തേ വരുള്ളൂ? +1 മാത്രമേ വരുള്ളൂ. ക്ലിയർ ആണോ? കൊടുക്കുമ്പോൾ ദെൻ അതിനടുത്ത കേസിൽ ആൽക്കലൈൻ എർത്താണെങ്കിലോ NS2. അപ്പോൾ എത്ര എണ്ണം കൊടുക്കും മാക്സിമം? 2 ഇലക്ട്രോൺസ്. വാലൻസി ഷെല്ലിൽ 2ഉം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ +2. അപ്പോൾ ഇങ്ങനെ വരും അവിടെ? ഇല്ല. ഇവിടെ എന്താ? S ഉണ്ട്, ഡിൻ്റെ പ്രോഗ്രസീവ് ഫില്ലിംഗ് ആണ് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ d ഇലക്ട്രോൺസ് അവൈലബിൾ ആവും, s അവൈലബിൾ ആവും. s മാത്രം അവൈലബിൾ ആയാൽ +2 വരും. ഡിയുടെ അവൈലബിൾ ആയാൽ ഡിന്ന് 1 അവൈലബിൾ ആവാം, 2 അവൈലബിൾ ആവാം, 3 അവൈലബിൾ ആവാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദി എലമെൻറ്റ് ആൻഡ് കോൺഫിഗറേഷൻ. അടുത്ത് നോക്കിക്കോ. സ്കാൻഡിയം ടൈറ്റാനിയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരാ? വനേഡിയാണ്. വനേഡി എത്രയിലാണ് വരുന്നത്? 23ലാണ്. 23 എന്ന് പറയുമ്പോൾ 4s 2ഉം ഡിയിൽ 3ഉം. അപ്പോൾ 4s 2 എണ്ണം പോവാം, 3d 1 പോവാം, 3d വീണ്ടും 1 പോവാം, 3d വീണ്ടും 1 പോവാം. 4s 2 എണ്ണം പോയാൽ +2 വരും. അതിൻ്റെ കൂടെ 3d 1 പോയാൽ +3 വരും. 3d 1 പോയാൽ +4 വരും. 3d 3ഉം പോയാൽ 3 ഇവിടെ നിന്നും പോയി, 2 അവിടെ നിന്നും പോയി. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 5 പോയി. അപ്പോൾ +5 വരും. അപ്പോൾ അയാൾക്ക് +2 ഉണ്ട്, +3 ഉണ്ട്, +4 ഉണ്ട്, +5 ഉണ്ട്. +6 വരുമോ? ഇല്ല. +6 വരണമെങ്കിൽ ഇന്നർ വീണ്ടും 3s2 3p6 എന്ന് പോകണം. അതിന് ഓൾ ഗ്യാസ് കോൺഫിഗറേഷൻ അല്ലേ? അതെ. അപ്പോൾ അവിടുന്ന് പോകേണ്ട ചാൻസ് കുറവാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? അങ്ങനെ നമ്മൾ ക്രോമിയം വരുമ്പോഴോ ക്രോമിയം 24 ആണ്. 24 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, 4-2 എന്ന് എഴുതരുത്, തെറ്റിപ്പോവും. 4-2 അല്ല. എങ്ങനെയാണ്? ഓഫ് പ്രിൻസിപ്പൽ എക്സെപ്ഷൻ അത്. അപ്പോൾ എന്ത് വരണം? ഡിയിൽ 5ഉം s-ൽ 1ഉം, 3d5 4s1. അപ്പോൾ മാക്സിമം എത്ര ഇലക്ട്രോൺസ് അവൈലബിൾ ആവും? s-ൽ 1ഉം ഡിയിൽ 5ഉം. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം വരും? 6 എണ്ണം വരും. അപ്പോൾ അയാളുടെ മാക്സിമം പോസിബിൾ ഓക്സിഡൈസ് സ്റ്റേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ എത്രയാണ് കിട്ടുക? +6 കിട്ടും. +6 കൂടുതൽ വരണോ? വേണ്ട. ക്ലിയർ ആണോ? യെസ്. ക്ലിയർ ആണോ? അപ്പോൾ അയാൾക്ക് +1 കിട്ടും. s-ൽ ഒരെണ്ണം പോയാൽ +1 കിട്ടും. അതിൻ്റെ കൂടെ ഡിയിൽ ഒന്നുകൂടെ പോയാൽ +2 കിട്ടും. അതിൻ്റെ കൂടെ ഡിയിൽ നിന്ന് ഒന്നുകൂടെ പോയിട്ടുണ്ടെങ്കിൽ +3 കിട്ടും. +6 മാത്രം ഉണ്ടെന്നല്ല പറഞ്ഞത്, +6 ആണ് ഇതിൻ്റെ മാക്സിമം എന്നാണ് പറഞ്ഞത്. ഡിന്ന് 1 by 1 കൊടുക്കുന്നതിനനുസരിച്ചിട്ട് +1 പറഞ്ഞിട്ട് ഇങ്ങനെ കൂടി വരും. ഓരോ യൂണിറ്റ് ഓക്സിഡേഷൻ നമ്പർ ഇങ്ങനെ കൂടി വരാം. ക്രോമിയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ആളാരാ? മാംഗനീസ. മാംഗനീസ് എന്താ കോൺഫിഗറേഷൻ? മാംഗനീസ് 25 ആണ്. 25 തന്നെ ആ നമ്പറിൽ നിന്ന് കിട്ടിയില്ലേ? അതെ. 2 4s2 5 അല്ലേ? അപ്പോൾ 3d5. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് മാക്സിമം അവൈലബിൾ ആവും? 7 ഇലക്ട്രോൺസ് അവൈലബിൾ ആവും. അപ്പോൾ അയാളുടെ മാക്സിമം പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയോ? മാക്സിമം പോസിബിൾ +7. +7 ഉള്ളൂ അതിന്? അല്ല, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ വരും. കാരണം എന്താ? ഡി ഉണ്ട്. ഡി കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തോ? ഇല്ല, ഹാഫ് ഫിൽഡ് ആയിട്ടേ ഉള്ളൂ. ഡിയിൽ എത്ര എണ്ണം പോവും? 2 എണ്ണം പോവാ, 3 പോവാ, 4 പോവാ, 5 പോവാ, ഡിപ്പെൻഡിങ് അപ്പോൺ ദി റിയാക്ഷൻ. ക്ലിയർ ആണോ? യെസ്. ഇനിയിപ്പോൾ അയൺ വന്നു. അയൺ വരുമ്പോൾ 26 ആണ്. അയൺ വരുമ്പോൾ 26 എന്ന് പറയുമ്പോൾ ഡിയിൽ 6ഉം 3dയിൽ 6ഉം പിന്നെ 4s-ൽ 2ഉം. അപ്പോൾ 4s 2 എണ്ണം പോവാ, 3d 1 പോവാ. മനസ്സിലായില്ലേ? 3dയിൽ 5 എണ്ണം കഴിഞ്ഞതിന് ശേഷം പെയറിങ് തുടങ്ങി. ഏത്? 6ാമൻ വരുമ്പോഴേ 3d ഡി എന്ന് പറയുമ്പോൾ 5 ഓർബിറ്റലല്ലേ? 1 2 3 4 5. 6ാമൻ മുതൽ എന്ത് തുടങ്ങി? പെയറിങ് തുടങ്ങി.
ഡിയിൽ വൺസ് പെയറിംഗ് സ്റ്റാർട്ട്സ് മീൻസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റിമൂവ് ദി ഇലക്ട്രോൺസ് ഫ്രം ഡി. നമ്മൾ പിന്നീട് പഠിക്കും. ഡിയിൽ പെയറിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഡിന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്തെടുക്കുക ബുദ്ധിമുട്ടാവും. അപ്പോൾ അയാൾ +3 +4 ഇതേമാതിരി +8 കോമൺ ആയിട്ട് അങ്ങോട്ട് വരുമല്ലോ കേട്ടോ. ആര്? അയൺ. അപ്പോൾ അയണിന് ശേഷം വരുന്നവരൊക്കെ പിന്നെ ഡിയിൽ പെയറിംഗ് തുടങ്ങിയതാണ്. അതുകൊണ്ട് അവർക്ക് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നേരത്തെ മാതിരിയുള്ള +7 അതേമാതിരിയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കേണ്ട പോസിബിലിറ്റി കുറവാണ്. കാരണം ഡിന്ന് എല്ലാ ഇലക്ട്രോൺസും റിമൂവ് ചെയ്ത് കിട്ടൂല. മനസ്സിലായോ? അപ്പം നമ്മൾ സിങ്ക് വന്നു. സിങ്ക് വരുമ്പോഴോ സിങ്ക് 3D10 ആണ്. സിങ്ക് D10S2 ആണ്. എസ്സിൽ എത്ര എണ്ണം പോവും? എസ്സിൽ 2 എണ്ണം പോവും. ഡിയോ ഡി 10 എണ്ണം ഉണ്ട്. 10 എന്താ? 10 ഫുള്ളി ഫിൽഡാണ്. കൊടുക്കേണ്ട ചാൻസ് ഇച്ചിരി കുറവാണ്. അപ്പോൾ സിങ്ക് എന്തിലേ വരുള്ളൂ? +2 വരുള്ളൂ. 12 വരുമോ? +12 എന്നൊക്കെ പറഞ്ഞിട്ട് വരുമോ? ഇല്ല, അങ്ങനെ എടുക്കരുത് മക്കൾ. ഇത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിൽ സെക്കൻഡ് ഇയറിൽ ഡീറ്റെയിൽ ആയിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ പഠിച്ചോളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് അത് മെൻഷൻ ചെയ്തെന്നുള്ളൂ. കാരണം റിലേറ്റഡ് ആയിട്ടുള്ള ചില കോമ്പൗണ്ട്സുകൾ ഇവിടെ വരും കേട്ടോ. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ CrO5 വന്നേ. CrO5 ക്ലിയർ അല്ലേ? CrO5 ഇതാണ് നമ്മൾ ക്രോമിയം. ക്ലിയർ? ഡബിൾ ബോണ്ടോ, സിംഗിൾ ബോണ്ടോ, സിംഗിൾ ബോണ്ടോ, O O O O ഇതാണ് ക്രോമിയം. സ്ട്രക്ചർ അറിഞ്ഞാലേ നമുക്കത് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ കൊടുത്താൽ കുഴപ്പമാവും. ഒരു ഓക്സിജന് -2 നോർമലി അങ്ങനെയാണല്ലോ. ഒരു ഓക്സിജന് -2, 5 ഓക്സിജനോ -10. അപ്പോൾ മൊത്തം ആഡ് ചെയ്ത് എന്ത് വരണം? മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 വരണം. അപ്പോൾ ക്രോമിയത്തിന് അപ്പോൾ എന്ത് വരണം? +10 വരണം. +10 വന്നാൽ അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യോ? ഇല്ല. +10 വന്നാൽ സാറ്റിസ്ഫൈ ഇല്ല. ക്രോമിയം എന്താ? 3D5 4s1 3D5 4s1. അപ്പോൾ മാക്സിമം എത്ര പോവുക? 6 പോവുള്ളൂ. അപ്പോൾ മാക്സിമം പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അയാൾക്ക് എത്രയാണ്? +6. ഓക്സിജന് -2 കൊടുത്താൽ 5 ഓക്സിജന് -10. അപ്പോൾ ക്രോമിയം മൊത്തം +10 എന്നാലേ 0 ആവുള്ളൂ. ഒരു ക്രോമിയത്തിന് +10 പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ മെത്തേഡ് തെറ്റിപ്പോയി. അപ്പോൾ സ്ട്രക്ചർ നോക്കണം. നമ്മൾ സ്ട്രക്ചർ അനാലിസിസ് നടത്തിയത് ഇങ്ങനെയാണ് സ്ട്രക്ചർ. ഇതറിയണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്ട്രക്ചർ അറിയാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വേരിയസ് റിയാക്ഷൻസ് വഴി സ്ട്രക്ചർ ഫോർമുലേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, അതുവഴി നമുക്ക് സ്ട്രക്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സ്ട്രക്ചർ മെൻഷൻ ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായോ പറഞ്ഞത്? അപ്പം ഈ സ്ട്രക്ചർ ഓർമ്മിച്ച് വെക്കുക. ഇനി നോക്കും. OO ലിങ്കേജ് വന്നില്ലേ? വന്നു. OO ലിങ്കേജ് വന്നു. ഓക്സിജൻ അല്ലേ മോർ ഇലക്ട്രോനെഗറ്റീവ്? അതെ. ഓക്സിജൻ ക്രോമിയത്തിൻ്റെ ഈ ഇലക്ട്രോൺസിനെ കൊണ്ട് പുൾ ചെയ്യും. ക്രോമിയം മെറ്റലാണ്. ക്രോമിയം മെറ്റൽ ആയതുകൊണ്ട് ഓക്സിജനാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. ഇതിനങ്ങോട്ട് പുൾ ചെയ്യും. ഇവിടെ കിട്ടുമോ? ഇല്ല. കാരണം അത് ഓക്സിജനാണ്. അത് ഏത് ലിങ്കേജാണ്? OO ലിങ്കേജ്. OO ലിങ്കേജ് പെറോക്സൈഡ് ലിങ്കേജാണ്. അപ്പോൾ ഇവിടുന്ന് കിട്ടില്ല, ഒരേ ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് കിട്ടും -1. ഈ ഓക്സിജനോ ക്രോമിയത്തിൻ്റെ ഒരെണ്ണം ഇങ്ങോട്ട് പുൾ ചെയ്താൽ കിട്ടും -1. ഇവിടെ കിട്ടുമോ? ഇല്ല. കാരണം അത് OO ലിങ്കേജാണ്. ഈ ഓക്സിജന് -1, ഈ ഓക്സിജന് -1. അടുത്ത ഓക്സിജൻ ശ്രദ്ധിച്ചോ? ഡബ്ല്യു ബോണ്ടഡ് ആയിട്ടല്ലേ കണക്റ്റഡ് ആയത്? അതെ. ആരാ മോർ ഇലക്ട്രോനെഗറ്റീവ്? ഓക്സിജൻ. 2 എണ്ണത്തിനെയും പുൾ ചെയ്യും. കാരണം ഡബിൾ ബോണ്ടാണ്. 2 അങ്ങോട്ട് പുൾ ചെയ്താൽ ഓക്സിജൻ -2. അപ്പോൾ ക്രോമിയം നോക്കി. ക്രോമിയത്തിൻ്റെ ഈ 2 എണ്ണം ഓക്സിജൻ അടുത്തേക്ക് പോയി. ഈ ഒരെണ്ണം ഈ ഓക്സിജൻ അടുത്തേക്ക് വന്നു. ഈ ഒരെണ്ണം ഈ ഓക്സിജൻ അടുത്തേക്ക് വന്നു. ഒന്ന് അങ്ങോട്ട് പോയി, ഒന്ന് ഇങ്ങോട്ട് പോയി. ഒന്ന് അങ്ങോട്ട് പോയാൽ +1, ഒന്നിങ്ങോട്ട് പോയാൽ +1, ഒന്നിങ്ങോട്ട് പോയാൽ +1, ഒന്ന് അങ്ങോട്ട് പോയാൽ +1, 2 എണ്ണം അങ്ങോട്ട് പോയി +2. അപ്പോൾ ടോട്ടൽ എത്രയായി? ടോട്ടൽ +6 ആയി. സം ഈക്വൽ ടു 0 അല്ലേ? അതെ. സം ഈക്വൽ ടു 0 ആണ്. -1 -4 ആയി. ഇവിടെ ഒരു -2 ഉണ്ട്, -6 ആയി. അപ്പോൾ 5 അയനോട് എത്രയാണ് വരുന്നത്? 5 അയനോടെ -6ലാണ് വരുന്നത്. മീൻസ് 5 ഓക്സിജനോടെ -6ലാണ് വരുന്നത്. ഓക്സിജനാണേ 5 ഓക്സിജനോടെ -6 വന്നു. അപ്പോൾ ക്രോമിയം എന്തിലാണ് വരുന്നത്? ക്രോമിയം +6ലാണ് വരുന്നത്. സം ഈക്വൽ ടു എന്ത് വന്നു? 0 വന്നു. 2 ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ ഓക്സിജന് -1 ഉണ്ട് -2 ഉണ്ട് ഓക്സിജന്. -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്ന എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. അതാണ് ഇക്കഴിഞ്ഞ വർഷം അഡ്വാൻസ്ഡിനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. IIT JEE അഡ്വാൻസ്ഡിന് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചു ഈ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട്. സ്ട്രക്ചർ കൃത്യമായിട്ട് അറിയണം. വെറുതെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്രോമിയം +6 എന്ന് മാത്രം പഠിച്ചാൽ പോരാ. അവിടെ ബാക്കി വരുന്ന ഓക്സിജൻ ഓരോരുത്തരും എത്ര വരുന്നു എന്ന് അറിയണം. അതിലെന്തുണ്ട്? പെറോക്സി ലിങ്കേജ് ഉണ്ട്. എത്ര ഓക്സിജൻ പെറോക്സി ലിങ്കേജിൽ വരുന്നുണ്ട്? 4 ഓക്സിജൻ വരുന്നുണ്ട്. ഇതാ OO പെറോക്സി ലിങ്കേജിൽ 4 എണ്ണം വരുന്നുണ്ട്. ക്രോമിയായിട്ട് സിംഗിൾ ബോണ്ടഡ് ആയിട്ട് കണക്ട് ചെയ്ത എത്ര ഓക്സിജൻ ഉണ്ട്? ക്രോമിയായിട്ട് സിംഗിൾ ബോണ്ടഡ് ആയിട്ട് കണക്ട് ചെയ്ത 4 ഓക്സിജൻ ഉണ്ട്. ക്രോമിയായിട്ട് ഡബിളി ബോണ്ടഡ് ആയിട്ടുള്ള ഓക്സിജൻ ഒരെണ്ണം ഉള്ളൂ.
പെറോക്സൈഡ് ഓക്സിജൻ എത്ര ഉണ്ട്? പെറോക്സൈഡ് ഓക്സിജൻ 4 എണ്ണം ഉണ്ട്. ആ പെറോക്സൈഡ് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര വരിക? -1 വരിക. അപ്പോൾ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്ന ഓക്സിജൻ എത്ര ഉണ്ട്? 4. -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്ന ഓക്സിജൻ എത്ര ഉണ്ട്? 1 ഉണ്ട്. അപ്പോൾ ക്രോമിയം വരുന്ന +6. കോമ്പൗണ്ട് ശ്രദ്ധിക്കണേ, CrO5 ആണ്. ഇതിൻ്റെ പേര് ക്രോമിയം പെൻറ്റോക്സൈഡ് എന്നൊക്കെ പറയും, പക്ഷേ ഓക്സൈഡ് അല്ല ശരിക്ക്. നമ്മൾ ശരിക്കുള്ള പേര് പറയുക പെർക്രോമിക് ആസിഡ് എന്നാണ് പറയുക. എന്താ പേര്? പെർക്രോമിക് ആസിഡ്. ക്രോമിക് ആസിഡ് ആസിഡിക് പ്രോപ്പർട്ടി ഉള്ള ആളാണ്. പെറോക്സി ലിങ്കേജ് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ട് പെർക്രോമിക് ആസിഡ്. ക്ലിയർ ആണോ? ഇനി ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു ബട്ടർഫ്ലൈ സ്ട്രക്ചറിൻ്റെ ഒരു സിമിലാരിറ്റി ഇതിന് വരുന്നുണ്ട്. കണ്ടോ? ബട്ടർഫ്ലൈസ് പൂമ്പാറ്റുകൾ കണ്ടോ നിങ്ങൾ? ബട്ടർഫ്ലൈ സ്ട്രക്ചർ എന്നാണ് ഇതിനെ വിളിക്കുക. ആരുടെ? CrO5ൻ്റെ സ്ട്രക്ചറിനെ കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ അത് CrO5 പെർക്രോമിക് ആസിഡ്. ക്രോമിയം എത്രയിലാണ് വന്നത്? +6. എന്തിലുണ്ട്? പെറോക്സി ലിങ്കേജ് ഉണ്ട്. ഒരു ഓക്സിജൻ എന്തിൽ വരും? -1 വരും. -1 വരുന്ന എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ. പിന്നെ ഒരു ഓക്സിജൻ -2. അപ്പോൾ ഓക്സിജൻ മൊത്തം എത്രയിലാണ് വരിക? -6. കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0. അപ്പോൾ ക്രോമിയം +6. ഓക്കെ, +10 ഒന്നും പറയല്ലേ, തെറ്റിപ്പോവേ. ശരി, അടുത്തല്ലേ വരാം. നെക്സ്റ്റ് നമ്മളൊരു കോമ്പൗണ്ട് എടുത്തു, CmNO4. ഏതാ? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പെർ വന്നു. അപ്പോൾ ചെറിയൊരു ധാരണ വരും, പെറോക്സി ലിങ്കേജ് വന്നോ എന്ന്. ഇല്ല കേട്ടോ, നമുക്ക് നോക്കാം. ഇത് നോർമൽ ഓക്സിജനാണ്. സ്ട്രക്ചർ ഇല്ലസ്ട്രേഷൻ വഴി നമുക്കത് കിട്ടുന്നതുള്ളൂ. ദിസ് ഈസ് നോർമൽ ഓക്സിജൻ. ഓക്സിജൻ എത്രയിൽ വരും? -2. എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ. അപ്പോൾ ടോട്ടൽ എത്രയായി? -8 ആയി. തൊട്ടുപ്രത്താരുണ്ട്? ആൽക്കലി മെറ്റൽ കോമൺ ആയിട്ട് എന്തിലാണ് വരിക? +1. സം ഈക്വൽ ടു എന്ത് വരണം? 0 വരണം. അപ്പോൾ മാംഗനീസ് എത്രയിൽ വരണം? +7 വരണം. എന്നാൽ ഇത് ആഡ് ചെയ്ത് 0 ആവുള്ളൂ. +7 പോസിബിൾ അല്ലേ? അതെ. എന്താ കാരണം? അയാളുടെ കോൺഫിഗറേഷൻ D5S2 ആണ്. എസിലെ 2 കൊടുക്കുക, ഡിന്ന് മാക്സിമം 5 പോകും. ഡിയിൽ പെയറിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല, അപ്പോൾ 5 വരെ മാക്സിമം കൊടുക്കുക ഡിന്ന്. എസ് എന്ന് 2 കൊടുക്കുക, അപ്പോൾ ടോട്ടൽ എത്ര വരും? 7 വരും. 7 ഇലക്ട്രോൺസ് ഷെയറിംഗിൽ പോയാൽ +7 വരും. അപ്പോൾ +7 പോസിബിൾ അല്ലേ? അതെ. അപ്പോൾ പെർ എന്താ? അതിൻ്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. നമ്മൾ പെർക്ലോറിക് ആസിഡ് ഒക്കെ പഠിച്ചില്ലേ? പെർമാംഗനിക് ആസിഡ്, HMNO4. കണ്ടോ? KMNO4ന് പകരം HMNO4. എന്താ പേര്? പെർമാംഗനിക് ആസിഡ്. ആ പെർമാംഗനിക് ആസിഡിൻ്റെ സാൾട്ടാണ്, അതുകൊണ്ടാണ് പെർമാംഗനേറ്റ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ സാൾട്ട് സൾഫേറ്റ് പറയുന്ന മാതിരി പെർമാംഗനിക് ആസിഡിൻ്റെ സാൾട്ട് പെർമാംഗനേറ്റ്. AT വെച്ചിട്ടാണ് എൻഡ് ചെയ്യുക. ഐസിൻ്റെ സാൾട്ട് AT വെച്ചിട്ട് എൻഡ് ചെയ്യുക. സൾഫ്യൂരിക് സൾഫേറ്റ്, നൈട്രിക് നൈട്രേറ്റ്. OUSൻ്റെത് IT വെച്ചിട്ട് എൻഡ് ചെയ്യുക. സൾഫ്യൂറസ് സൾഫൈറ്റ്, നൈട്രസ് നൈട്രൈറ്റ്. ഇത് പെർമാംഗനിക് ആസിഡ്. ഹൈഡ്രജൻ എന്തിൽ വരും? +1. 4 ഓക്സിജനോടെ -8. കാരണം ഒരു ഓക്സിജൻ -2ലാണ്. കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരണം. അപ്പോൾ മാംഗനീസ് എന്തിൽ വരും? +7 വരും. +7 എന്താ? അതിൻ്റെ മാക്സിമത്തിലാണ്. അപ്പോൾ എന്താ സാധനം? പെർ ചേർത്തിട്ട് പറയണം, പെർമാംഗനിക് ആസിഡ്. അപ്പോൾ അത് പെർമാംഗനേറ്റ്. ആസിഡും ബേസോടെ റിയാക്ട് ചെയ്തു. HMNO4ഉം KOHോടെ റിയാക്ട് ചെയ്തു. OHും Hും ചേർന്ന് വാട്ടർ പോയി, അതിൻ്റെ സാൾട്ട് കിട്ടി. സാൾട്ട് ഫോംഡ് ബിറ്റ്വീൻ ആസിഡ് ആൻഡ് എ ബേസ്. അതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ക്ലിയർ ആണോ? അപ്പോൾ പെർ ഇൻഡിക്കേറ്റ് ചെയ്തത് മാംഗനീസ് അതിൻ്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്നു എന്നാണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഒരു കോമ്പൗണ്ട് നോക്കും, K2MnO4. പൊട്ടാസ്യം മാംഗനേറ്റ്. പെർ ആയിട്ടില്ല, ഹയസ്റ്റിലേക്ക് വന്നിട്ടില്ല. 4 ഓക്സിജൻ -8. സിംഗിൾ പൊട്ടാസ്യം +1, 2 പൊട്ടാസ്യം ടുഗദർ ഇൻ +2. സം ഈക്വൽ ടു 0. അപ്പോൾ മാംഗനീസ് +6. മാംഗനീസിൻ്റെ മാക്സിമം +6 ആണോ? അല്ല. മാക്സിമം എന്താ വരിക? +7 വരിക. അപ്പോൾ മാക്സിമത്തിലാണോ അത്? അല്ല. അപ്പോൾ പെർ ചേർക്കണോ? വേണ്ട. അപ്പോൾ പൊട്ടാസ്യം മാംഗനേറ്റ്. ഇത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇത് പൊട്ടാസ്യം മാംഗനേറ്റ്. പൊട്ടാസ്യം മാംഗനേറ്റിൽ മാംഗനീസ് എത്രയില്ല? +6. പെർമാംഗനേറ്റിൽ +7. +7 അല്ലേ മാക്സിമം? അതെ. D5S2. എസിലെ 2 പോവും, ഡിന്ന് മാക്സിമം 5 പോവും. അപ്പോൾ ടോട്ടൽ 7 +7 മാക്സിമം. അത് പെർമാംഗനേറ്റിൽ, ഇത് മാംഗനേറ്റ്. ക്ലിയർ? ദെൻ K2Cr2O7, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. കണ്ടു? അത്
നമുക്ക് നോക്കാം, സിംപ്ലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്സിജൻ -2 കൊടുക്കുക, 7 ഓക്സിജൻ -14. പൊട്ടാസ്യം ആൽക്കലി മെറ്റലോ +1, 2 പൊട്ടാസ്യം +2, സം ഈക്വൽ ടു 0. അപ്പം +12 വരണം, എന്നാലേ 0 വരുള്ളൂ. ഇത് +14 ആവും -14. 2 ക്രോമിയത്തിനാണ് +12. അപ്പോൾ ഒരു ക്രോമിയത്തിനോ +6, ഒരു ക്രോമിയത്തിന് +6 പോസിബിൾ അല്ലേ? അതെ. എന്താ കോൺഫിഗറേഷൻ? D5S1. മാക്സിമം എത്ര പോവും? D എന്ന് 1, D എന്ന് 5, S എന്ന് 1. അപ്പോൾ ടോട്ടൽ എത്ര പോവും? 6 പോവും. 6 പോയി കഴിഞ്ഞാൽ +6 പോസിബിൾ അല്ലേ? അതെ. അപ്പം പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ ക്രോമിയം എന്തിൽ വരും? +6 വരും. ക്ലിയർ ആണോ? K2CrO4 പൊട്ടാസ്യം ക്രോമേറ്റ്, ഡൈക്രോമേറ്റ് ഇല്ല, ക്രോമേറ്റ്, ഒരു ക്രോമിയേ ഉള്ളൂ. 4 ഓക്സിജന് -8, 2 പൊട്ടാസ്യത്തിന് +2, അപ്പോൾ ക്രോമിയത്തിന് +6, സം ഈക്വൽ ടു 0. പോസിബിൾ അല്ലേ? പോസിബിൾ ആണ്. പെറോക്സി ലിങ്കേജ് ഉണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല അതിലൊന്നും. അയാൾക്ക് പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കണേ. ക്ലിയർ ആണോ പറഞ്ഞത്? കുഴപ്പമില്ലല്ലോ. യെസ്. അപ്പം നമ്മൾ സിമിലർ ആയിട്ടുള്ള കോമ്പൗണ്ടുകളൊക്കെ അതിനകത്ത് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കോമ്പൗണ്ടുകൾ നോക്കുക, ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഫെമിലിയർ ആക്കുക കോമ്പൗണ്ട്. ചിലതിൻ്റെ സ്ട്രെച്ചേഴ്സ് കൂടെ നോക്കണം, പ്രത്യേകിച്ച് പെറോക്സി ലിങ്കേജ് വരുന്നതിൻ്റെയൊക്കെ സ്ട്രെച്ചേഴ്സ് കൂടെ നോക്കുക. ഓക്കെ, നോട്ടിലേക്ക് എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.